മതങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ നാം പഠിച്ചാൽ മതങ്ങൾ മനുഷ്യൻ ദൈവത്തെ തേടിയുള്ള യാത്രയുടെ പരിണിതങ്ങളാണ്. മനുഷ്യൻ്റെ ഈശ്വരാന്വേഷണം, ദൈവാന്വേഷണം, അതിൻ്റെ അലച്ചിലുകളാണ് ഒടുവിൽ മതങ്ങളായിട്ടൊക്കെ രൂപപ്പെടുത്തിയത്. ഓർമ്മയിൽ ആബേലച്ചൻ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആബേലച്ചൻ എഴുതി ആൻ്റണി സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഒരു പാട്ട് ഒരു പ്രായത്തിലുള്ള മലയാളിക്കൊക്കെ കാണാപ്പാടാ. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു. കൊച്ചും വേണേൽ പാടും, എന്നാലും പാടണ്ട, കാരണം പുള്ളിക്ക് നാളെയും പാടാനുള്ളതായുണ്ട്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. അപ്പോൾ ഈശ്വരനെ തേടി, ദൈവത്തെ തേടി. നമ്മൾ പൊതുവേ ഈശ്വരൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറില്ല. അതിന് കൃത്യമായൊരു കാരണങ്ങളുണ്ട്. എന്നാലും ഈശ്വരനെ തേടി ഞാൻ അലയുകയാണ്, കടലുകൾ കടന്ന് ഞാൻ തിരയുകയാണ്, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. അപ്പം മനുഷ്യരൊക്കെ ഒരു പരിധിവരെ എല്ലാ മനുഷ്യരും ദൈവാന്വേഷണികളാണ്. ഭയമാണ് പലപ്പോഴും മനുഷ്യനെ ദൈവാന്വേഷണികളാക്കിയതും. ഭയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അന്വേഷണമുണ്ട്. എന്തായിരിക്കും? അവർ പ്രകൃതി ശക്തികളെ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന് ഓരോ പ്രകൃതിയുടെ വിക്ഷോഭങ്ങളും അവനെ പേടിപ്പിച്ചപ്പോൾ ആ പേടിപ്പിക്കുന്നതിനെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യൻ പല നിലകളിൽ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടൊന്നും അവർക്ക് ആ ഒരു ദൈവാന്വേഷണം അവരുടെ ചിന്തകളിലൊക്കെ രൂപപ്പെട്ടെങ്കിലും മനുഷ്യനെ തേടി ദൈവം വരികയാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തു. മനുഷ്യൻ ദൈവത്തെ തേടി അലയുകയല്ല, ദൈവം മനുഷ്യനെ തേടി വന്നു. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ദൈവം അവിടുത്തെ ഏറ്റവും ഉയർത്തി, എല്ലാ നാമത്തിലും മേലായ നാമമാക്കി മാറ്റി. ദൈവം മനുഷ്യനെ തേടി വരികയാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അവധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു. അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യ പിതാവാണ്. ഒന്ന് ക്രിസ്തു മനുഷ്യനെ തേടിയുള്ള ദൈവത്തിൻ്റെ യാത്രയാണ്. മനുഷ്യനെ തേടി, പാപിയായ മനുഷ്യനെ തേടി അവൻ്റെ പരിശ്രമങ്ങൾ, ദൈവത്തെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ എല്ലാം അപൂർണമായപ്പോൾ, ലക്ഷ്യപ്രാപ്തിയിലെത്താതിരുന്നപ്പോൾ ദൈവം മനുഷ്യനെ തേടി വരികയാണ്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് വന്നത്? കാരണമുണ്ട്. ദൈവം തൻ്റെ സ്വന്തം ആ ദൈവത്വത്തിൽ വന്നായിരുന്നെങ്കിൽ നമുക്ക് ആർക്കും കാണാനൊക്കില്ല. അതുകൊണ്ടാണ് പുസ്തകത്തിൽ ഉണ്ട്, അവിടുത്തെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ ആയി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കാരണം അത്ര ആ ദൈവികമായ രഹസ്യം, ആ രഹസ്യം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാനുള്ള ശേഷിയില്ല. അല്പമൊക്കെ ഒരു വെട്ടമൊക്കെ വന്നപ്പം 3 അപ്പൊലോസിൻ്റെ കണ്ണിൻ്റെ ഫീസ് അടിച്ചു പോയി. ഇപ്പം നമ്മളൊക്കെ ആ വെളിച്ചമൊക്കെ കണ്ടെങ്കിൽ എന്തായിരുന്നേനെ. ഇപ്പം അതുകൊണ്ട് ദൈവം ആരായിട്ട് മാറി? മനുഷ്യനായിട്ട് മാറി. എന്തുകൊണ്ടാണ്? മനുഷ്യന് പരിമിതികളുണ്ട്, ദൈവം മനുഷ്യനായി. ജർമ്മനിയിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു സമയത്തൊരു കുഞ്ഞ് ചിന്തിക്കുക, എന്തായിരിക്കും ദൈവത്തിൻ്റെ ക്രിസ്മസ്, അതെന്തിനായിരിക്കാം ഈ മനുഷ്യാവതാരമൊക്കെ എടുത്തത്? അപ്പോഴാണ് വീടിൻ്റെ പുറത്ത് ഒരു വലിയ ബഹളം, പക്ഷിക്കൂട്ടങ്ങളുടെ ബഹളമാണ്. എന്താണെന്നറിയാൻ, മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ പ്രഭാതത്തിൽ ആ കുഞ്ഞ് ഇറങ്ങിച്ചെന്നപ്പം കണ്ടത് ചിറകുടിഞ്ഞ് കിടക്കുന്ന ഒരു പക്ഷിയാണ്. ദീനാനുകമ്പ തോന്നിയ ആ കുഞ്ഞ് ആ പക്ഷിയെ ഒന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ താൻ അടുത്ത് വരുംതോറും ചിറകുടിഞ്ഞ പക്ഷി പേടിച്ച് മഞ്ഞിൽ നിന്ന് മഞ്ഞിലേക്ക് ഉരുണ്ടുരുണ്ട് മാറുകയാണ്. അവന് മനസ്സിലായി, മനുഷ്യരൂപത്തിൽ ചെന്ന രക്ഷകനാണെങ്കിലും പക്ഷി എന്തു ചെയ്യുക? ഭയപ്പെടുക. ഇതുപോലെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ വന്നിരുന്നെങ്കിൽ നമുക്കാർക്കും പ്രാപ്യമാകത്തില്ലായിരുന്നു. എന്നാൽ നമുക്കൂടെ പ്രാപ്യമാകുന്ന, നമുക്ക് അപ്രോച്ചബിളായ ഒരു വ്യക്തിയായി ദൈവം വരികയാണ്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്രോച്ചബിളാണെന്നുള്ളതായിരുന്നു. ആർക്കും തൊടാനൊക്കുന്ന, ആർക്കും സംസാരിക്കുന്ന, ആരോടും ഇടപെടുന്ന സാധാരണക്കാരുടെ ദൈവമായി, സാധാരണക്കാരുടെ ഇടയിൽ മനുഷ്യനായി അവതരിക്കുകയാണ്. ദൈവം ആരായി? മനുഷ്യനായി. ദൈവം മനുഷ്യനായി. മൂന്നാമതൊരു കാര്യം അവിടെ ചിന്തിക്കേണ്ടത്, ദൈവം നമുക്ക് വേണ്ടി ചെറുതായി വരികയാണ്. പരിമിതികളിൽ ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ക്രിസ്തുവാണ്.
അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനിടമില്ലാതെ 33.5 കൊല്ലം ഭൂലോകത്തിൽ സഞ്ചരിച്ചു. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം ഉൾക്കൂടാക്കി. ദൈവം ചെറുതായി മാറി മനുഷ്യനായി. നമുക്കൊരു ശിശു ജനിച്ചു, ദൈവം ചെറുതായി. മനുഷ്യരായ മനുഷ്യരൊക്കെ വലുതുകളിലേക്കുള്ള യാത്രയാണ്. ഈ ലോകം കണ്ടാൽ അറിയാം, ഒരു പരിധി വരെ പ്രദർശനങ്ങളുടെ, ജാടകളുടെയും ബാഹ്യപ്രകടനങ്ങളുടെയും ഒക്കെ ഒരു നാടാണ് നമ്മുടെ നാട്. സത്യം പറഞ്ഞാൽ ഈ ജാടയും ബഹളവും ബാഹ്യപ്രകടനങ്ങളും ഒക്കെ കണ്ട് മനസ്സുമടുത്ത ഒത്തിരി പേരുണ്ട്. വലിയ ആർഭാടങ്ങളുടെയൊക്കെ ഒരു ബഹളങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുക. ഇവിടെയാണ് ക്രിസ്തുവിനെ നാം ചിന്തിക്കേണ്ടത്. കാലിത്തൊഴുത്തിൽ ക്രിസ്തു കിടക്കപ്പെടുമ്പോൾ, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ കർത്താവിനെ കാലിത്തൊഴുത്തിൽ കിടത്തപ്പെടുമ്പോൾ ഒരു പരാതിയില്ലാതെ അവിടെ ആ കുടുംബം കഴിയുകയാണ്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഏത് പരിമിതിയിലും എന്ത് ചെയ്യാൻ കഴിയും? ജീവിക്കാൻ കഴിയും. പരിമിതികളിൽ ജീവിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന ആ വലിയ അത്ഭുത സാധ്യതയാണ് ക്രിസ്തു എന്ന് പറയുക. പരിമിതികളിൽ ജീവിക്കാൻ കഴിയും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പരിമിതികളിൽ ജീവിക്കാൻ കഴിയും. ഇന്ന് നമുക്കറിയാം, സ്വപ്നങ്ങളുടെ ഒരു ലോകത്തൂടെ പോയിട്ട് അത് കാണാതെ നിരാശപ്പെട്ടു പോയ ഒത്തിരി പേരുണ്ട്. മിടുക്കൊക്കെയാണ് ആ കുട്ടി, പക്ഷെ അവരെ നിർബന്ധിച്ച് ആ കുട്ടിയെ നീറ്റിന് വിടുകയാണ്. 2 വർഷമായിട്ടും നീറ്റ് എഴുതിയിട്ട് കിട്ടിയില്ല. ക്ഷമിക്കണേ, വന്ന പ്രവാചകരെല്ലാം കൊച്ചിനോട് പറഞ്ഞ് ഡോക്ടറാകുമെന്ന്. ഞാൻ അതിനെയും കുറ്റം പറയില്ല. കാരണം പ്രവാചകരുടെ ആത്മാവ് പ്രവാചകന് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? കീഴ്പ്പെട്ടിരിക്കുക. പാപം സ്വപ്നം പറയുക. ഏതായാലും ഒരു സംഭവം ഉണ്ടായി. 2 പ്രാവശ്യം നീറ്റ് എഴുതിയിട്ട് കിട്ടാതെ വന്ന, പള്ളി വിട്ട് എളിയവരുടെ പള്ളിയിൽ വന്ന ആ കൊച്ചിൻ്റെ അമ്മ എൻ്റെ ഭാര്യയോടൊരു സങ്കടം പറഞ്ഞു. സൗകരി, പള്ളിയിൽ നിന്നായിരുന്നെങ്കിൽ ഒരച്ഛനും പറയത്തില്ലായിരുന്നു ഡോക്ടറാകുമെന്ന്. 2 വർഷം പോത്തുമില്ലായിരുന്നു. മര്യാദയ്ക്ക് ഏതെങ്കിലും കോഴ്സ് എടുത്ത് ഇപ്പം 2-ാം വർഷം കഴിഞ്ഞേനെ. സത്യമല്ലേ? നമ്മൾ ഈ ഭയങ്കര സാധ്യതകളിലേക്ക് മനുഷ്യനെ, അതൊന്നും തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയും, പക്ഷെ നമ്മളെല്ലാം എന്തൊക്കെയോ സാധ്യതകളിലേക്ക് ഓടുകയാണ്. ഇവിടെയാണ് ക്രിസ്തു നമുക്കൊരു കൗണ്ടർ കൾച്ചറായിട്ട് നിൽക്കുക. ഏത് പരിമിതിയിലും ജീവിക്കാൻ കഴിയണമെങ്കിൽ ആര് വേണം? ക്രിസ്തു വേണം. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിലുണ്ടായ ഒരു മഹാസന്തോഷമുണ്ട്, വാർത്തയുണ്ട്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം, സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. അപ്പം പരിമിതികളിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആ ആളുടെ പേരെന്താ? ക്രിസ്തു എന്നാണ്, അല്ലേ? ക്രിസ്തുവാണ്. എത്ര ലളിതമായ ഒരു ജീവിത ശൈലിയായിരുന്നു. ഒക്ടോബർ 2 കഴിഞ്ഞ വർഷം ഈ എളിയദാസിന് ഒരു ഉത്തരവാദിത്വം വന്നു, എൻ്റെ മേൽ വന്നൊരു ടാസ്ക്. ഗാന്ധി ജയന്തിയിൽ ക്രിസ്തുവും ഗാന്ധിയും തമ്മിലുള്ള ആ ഒരു, ഗാന്ധിയെ എങ്ങനെ ക്രിസ്തു സ്വാധീനിച്ചു, ഗാന്ധിയൻ ദർശനങ്ങളിലെ ക്രിസ്തു സാന്നിധ്യത്തെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തുവാനായിട്ട് എളിയവനോട് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ അതിനുവേണ്ടി കുറച്ച് പ്രിപ്പയറായി, കുറേ വായിച്ചു. എനിക്ക് കിട്ടുന്ന സാധ്യതകളൊക്കെ കളക്ട് ചെയ്യാവുന്നിടത്തോളം ബുക്കുകളൊക്കെ കളക്ട് ചെയ്ത് വായിച്ചു. ഗാന്ധിയൻ ദർശനങ്ങൾ ഉണ്ടായിരുന്ന ചിലരെയൊക്കെ പോയി കണ്ടു. അവോളം സ്വാംശീകരിക്കാനും അറിവുകൾ നേടാനും ഒക്കെ ശ്രമിച്ചു. കാരണം തെറ്റാൻ പാടില്ലല്ലോ. ഏതായാലും കുറേ കാര്യങ്ങൾക്ക് ഇഷ്ടം തോന്നി, കുറേ കാര്യങ്ങൾക്ക് യോജിപ്പുണ്ട്. എങ്കിലും ഒരു വാക്ക് എന്നെ സ്വാധീനിച്ചു. ഗാന്ധിയുടെ ഒരു പ്രിൻസിപ്പിളിൽ ഒന്നാണ്, whenever you buy something or you want to acquire something new, just ask a question, can I manage without this? പറഞ്ഞ്, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. ഏത് സാധനം മേടിക്കുമ്പോഴും ഒന്ന് ചോദിക്കുക, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. മക്കളൊക്കെ ഒന്ന് പറയാമോ? ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ടെസ്റ്റ് ഉണ്ടായി, രസകരമായൊരു കാര്യം. ഞാനും ഭാര്യയും കൂടെ എറണാകുളത്ത് ചെന്നിട്ട് ഞങ്ങളുടെ ലുലു പോയി. എൻ്റെ കൂടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. ഞങ്ങൾ ലുലു ചെന്നു. അപ്പം ലുലു ചെന്നിട്ട് കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ഗാന്ധിജിയുടെ ഒരു ആദർശം, ഫിലോസഫി, ഒരു വാക്ക് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്താണാവോ? ഏത് സാധനം എടുത്താലും 2 വട്ടം ചോദിക്കണം, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. അപ്പോൾ അവൾ ഒന്നുകൂടെ കയറി. ഇപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു, മോളെ, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. എല്ലാം എടുത്തിട്ട് നോക്കുക, ക്യാൻ ഐ മാനേജ്. ഏതായാലും ഒരു രസം ഉണ്ടായി. 1.5 മണിക്കൂർ ഹൈപ്പർ മാർക്കറ്റിലൂടെ നടന്നിട്ട് ഒന്നും മേടിക്കാതെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, കെട്ടി എഴുന്നള്ളി എറണാകുളത്ത് വന്നപ്പോഴാണ് ഫിലോസഫി, മനുഷ്യനൊന്നും മേടിച്ചില്ല. ദേഷ്യം വന്ന അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ക്യാൻ യു മാനേജ് വിത്തൗട്ട് മീ?
ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ഐ കാൻറ്റ് ഇവൻ ഇമാജിൻ ദാറ്റ്. എന്നാലും മനുഷ്യർക്കൊക്കെ ഈ പരിമിതികളുടെ ലോകം ഒന്ന് മാറി വരിക. ഇവിടെയൊക്കെ നമ്മളെല്ലാം നമ്മളിങ്ങനെ ബാഹ്യപ്രകടനങ്ങളുടെ ഒരു ലോകത്തോട് പോകുമ്പോഴാണ് ക്രിസ്തുവിനെ നമ്മൾ ധ്യാനിക്കേണ്ടത്, അല്ലേ? ബാഹ്യം. ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ വലിയ വിശുദ്ധനായിട്ടൊന്നും പറയല്ലേ. എന്നെ അറിയാവുന്ന ഒരു നാൾ ഇവിടെ ഇരിപ്പുണ്ട്, സൈജ് പാഷാണ്, ഞങ്ങളൊന്നിച്ച് പഠിച്ചാണ്. അപ്പോൾ അതുകൊണ്ടൊരു ആദർശശുദ്ധിയുടെ വലിയ ഒരു ലളിത ജീവിതം നയിക്കുന്ന ഒരു വിശാല മനസ്കൻ എന്നൊന്നും എന്നെ കാണരുത്. ഞാൻ വെറും സാധാരണ മനുഷ്യനാണ്. എന്നാലും ചിന്തകളൊക്കെ വരുമ്പോൾ നമുക്ക് തിരുത്തണമെന്നൊക്കെ ഒരു ചിന്ത തോന്നാറുണ്ട്. ഇന്ന് നമ്മൾ പല ഞാൻ ഉൾപ്പെടെ, എനിക്കും പിള്ളേരുണ്ട്, പല വീട്ടിലും ചെന്ന, എൻ്റെ വീട് ഉൾപ്പെടെ ചെന്ന ഏറ്റവും കൂടുതലൊരു വീട്ടിൽ ഉള്ളത് ചെരുപ്പാണ്. സത്യമല്ലേ? ഒരു വീട്ടിൽ എന്ത് ട്രേ അടുക്കി വെച്ച് അതിനകത്ത് മുഴുവൻ എന്താ? ചെരുപ്പാണ്. എന്നാലും എനിക്കൊരു 50 വയസ്സ് കഴിഞ്ഞ് 53 വയസ്സായി. ആ ഒരു പ്രായത്തിലൊക്കെ ഇരിക്കുന്ന സീനിയേഴ്സ് എല്ലാം ഇവിടെ കാണും. എൻ്റെ ഓർമ്മ എനിക്കുണ്ട്, സ്കൂളിൽ പോയതും പള്ളിയിൽ പോയതും കല്യാണത്തിന് പോയതും ചപ്പലിട്ടാണ്. 3 ചപ്പലായിരുന്നു. പാരഗോൺ, ഹവായി, ലൂണാറാണ്. അപ്പോൾ ഞങ്ങൾ ഈ ആറ്റിൽ പോകുമ്പോൾ, എന്നും വൈകിട്ട് ആറ്റിൽ പോകുമ്പം ചെയ്യുന്നത് ചെരുപ്പ് ചകിരിയിട്ട് എന്ത് ചെയ്യും? തേച്ച് കഴിയും. പക്ഷേ അതേ സംഭവം ചകിരിയിട്ട് ചെരുപ്പ് തേച്ച് കഴിയുന്ന കണ്ടപ്പം അമ്മയോട് പറയുന്നു, അമ്മയ്ക്ക് OCD. വാട്ട് ഈസ് OCD? ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. വൃത്തി കൂടല. കാരണം ഇന്ന് ഒരാളും ചെരുപ്പ് എന്ത് ചെയ്യത്തില്ല? തേച്ച് കഴിയത്തില്ല. കാരണം ചപ്പലിട്ടുകൊണ്ട് നമ്മളിപ്പോൾ ചപ്പലിനെ വിളിക്കുന്ന പേരെന്താ? ബാത്റൂം ചപ്പല. പെരയ്ക്കകത്ത് ഒക്കെ കയറാം, അതിന് തന്നെ എന്നാ വിലയാണ്. എന്നാലും എൻ്റെ പ്രിയരെ, എൻ്റെ ഓർമ്മയൊരു കാര്യമുണ്ട്, ആ ചെരുപ്പിൻ്റെ പുറകിലെ നാക്കങ്ങ് തേഞ്ഞ്, ആ വാക്ക് ഒരു അൺപാർലമെൻ്ററി വാക്കാണ്, ക്ഷമിക്കണം, ഈ പട്ടിനാക്ക് പോലെ എന്നൊക്കെ പറയും, തെറ്റാണ്, എന്നാലും അങ്ങ് തേഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ വള്ളി പൊട്ടിപ്പോയി. എനിക്ക് സന്തോഷമായി, പുതിയ ചെരുപ്പ് കിട്ടുമല്ലോ. പക്ഷെ അന്ന് വൈകിട്ട് കാർന്നവർ വന്നത് 2 പുതിയ വള്ളിയുമായിട്ടാണ്. ചെരുപ്പല്ല, ചെരുപ്പിൻ്റെ വള്ളി. എന്നിട്ട് എങ്ങനെ കയറ്റും? ഈസിയായിട്ട് കയറ്റി, ഇച്ചിരി സോപ്പിട്ട് വെളിച്ചെണ്ണ ഇട്ട് എന്ത് ചെയ്തു കയറ്റി. അങ്ങനെ ചെരുപ്പ് വള്ളി പൊട്ടിയപ്പം വള്ളി മാറിയിട്ടവരുണ്ടേ ഒന്ന് കൈവെക്കുക. പിള്ളേർ കാണണം, വള്ളി മാറി ശരിക്കൊന്ന് കൈവെക്കും. ഞാൻ ഉൾപ്പെടെയുണ്ട്, കണ്ടോ? മക്കളെ നോക്കിയേ, നിങ്ങൾ ആരെങ്കിലും ഇനി വള്ളി മാറിയിട്ട് ഒരു ചെരുപ്പ് ഉപയോഗിക്കും? അല്ല, വള്ളി കിട്ടാനുണ്ട്. എന്ത് ചെരുപ്പാണെന്നറിയാം. ബാറ്റയുടെ അന്നത്തെ ചെരുപ്പിൻ്റെ വില 99 രൂപ 92 പൈസയാണ്. പക്ഷേ അതേ സാധനത്തിൻ്റെ ഏതാണ്ട് മോഡൽ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 8000 രൂപ അതിൻ്റെ ബിഗിനിങ് ആണ്. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ വില എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു പെണ്ണിനെ കെട്ടിച്ചുവിടാം. ഒരു വീട്ടിലുള്ള 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും ചെരുപ്പ് തന്നെ നോക്കിയാൽ എന്തോ കെട്ടിക്കാം, ഒരു പെണ്ണെ കെട്ടിക്കാം എന്ന് ഞാൻ സാധാരണക്കാരായ ഒരു കൊച്ചിനെ കെട്ടിക്കാമെന്ന് പറഞ്ഞാൽ അത് കള്ളമായിരിക്കുമോ? കള്ളമായിരിക്കാം. നമ്മൾ ഈ ആർഭാടങ്ങളുടെ ലോകത്തൂടെയൊക്കെ പോകുമ്പോഴാണ്, വേദോസ്തം എപ്പോഴും പറയുന്ന ഒരു കൗണ്ടർ കൾച്ചറാണ്. ബൈബിൾ കീഴ് അല്ല, നമുക്ക് ഈ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ട നമ്മൾ നല്ല രസം. നിങ്ങൾക്കൊരു തെളിവ് അറിയാം. നിങ്ങൾ ഈ എയർപോർട്ടിൽ ആധാർ കാർഡുമായിട്ട് പോയോ? ഈ CSFകാരനില്ലേ അവിടെ ഇരിക്കുന്നേ, സിയാലെ, പുള്ളി ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുന്നത് 3-4 വട്ടം. നിങ്ങൾക്ക് മനസ്സിലായില്ല? അല്ല, സംശയം തീർക്കണം. കണ്ടിട്ടുണ്ടോ നോക്കുന്നേ? അപ്പോൾ പുള്ളി ഒരു 3 വട്ടം ഇങ്ങോട്ട് നോക്കുക. കാരണം ഈ ഫോട്ടോയിലുള്ള ആളെ അല്ല നമ്മളെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അവർക്ക് 2 വട്ടം നോക്കി അവർക്ക് കൺഫേം ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൊരു മനുഷ്യരെ എന്തിനാ ഈ ഷോ ഓഫ്, ഈ നിർബന്ധ ബുദ്ധിയൊക്കെ പിടിക്കുക? അതും ഒരു തരം ക്രിസ്തുവിന് വിരോധമുള്ളൊരു കാര്യമല്ലേ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ വരുമ്പോൾ വണ്ടി ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഒരു വണ്ടി ഓടിച്ച് എൻ്റെ ഒരു കുഞ്ഞ് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞ്, അച്ഛാ ഉണന്നേ, എന്താ താണ്ട അങ്ങോട്ട് നോക്കി. അവൻ വണ്ടി റിവേഴ്സ് എടുത്ത് കാണിച്ചു. എൻ്റെ അമ്മോ, എങ്ങോട്ട്? താണ്ട അങ്ങോട്ട്. നമ്മൾ ഉറക്കത്തിൽ നോക്കിയപ്പം ഒരു മരത്തെ എന്നോട്, അച്ഛൻ നോക്കച്ചാ. നോക്കിയപ്പോൾ സത്യമാണ് കേട്ടോ, ആട്ടിപ്പൊളി ഒരു പോസ്റ്റർ എൻ്റേതാ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ പോസ്റ്റർ, അത് ഡിസൈൻ ചെയ്തവനെ സമ്മതിക്കണം, ഉഗ്രൻ ഫോട്ടോ. പക്ഷേ എൻ്റെ അകത്ത് പെട്ടെന്നൊരു ഭയം കയറി. ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ആണ്, എന്നാലും മരത്തിന്മേ തൂങ്ങുന്നവനല്ല, മരത്തിന്മേ തൂങ്ങുന്നവനല്ല ആരാ? ശപിക്കപ്പെട്ടവന്. അപ്പം നമ്മൾ ഈ ഷോ ഓഫിൻ്റെ ലോകത്താണ് കർത്താവിനെ ചിന്തിക്കേണ്ടത്. കർത്താവ് ഇങ്ങനെ പരിമിതിയിൽ ജീവിച്ചൊരു മനുഷ്യനെ, അതുകൊണ്ടാണ് ക്രിസ്തുവിൽ മറഞ്ഞുള്ളൊരു ജീവിതം. രാവിലെയും വൈകിട്ടും ഇങ്ങനെ ഒരു റോയിച്ചാലുണ്ട് റാന്നിയിൽ, രാവിലെയും വൈകിട്ടും വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോവും. സ്കൂട്ടറിൽ നിന്നാണ്, മോനെ ക്രിസ്തുവിൽ മറഞ്ഞ് ജീവിച്ചോണം, ക്രിസ്തുവിൽ മറഞ്ഞ് ജീവിക്കണം. ഭയങ്കര അർത്ഥമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ
ഈ മനുഷ്യർ എനിക്ക് ഈ ധനം പ്രകടിപ്പിച്ച ഒരു സംഭവമായി അനുബന്ധമായിട്ട് ഓർമ്മയും വന്നുകൊണ്ട് പറയാം. ഇന്ന് മനുഷ്യരൊക്കെ എല്ലാം ഷോ ഓഫാ. എൻ്റെ ഒരു മോനുണ്ട്, ഇച്ചിരി മസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മക്കളെ ഇങ്ങനൊന്നും കാണിക്കരുതെന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഒരു മറുപടിയുണ്ട്. ഫുൾ A+ കിട്ടിയ പിള്ളേർ പോസ്റ്റർ വെക്കത്തില്ലേ, വെച്ചു. അതെന്തിനാണ് വെച്ചേ? അതവർ പഠിച്ച് മാർക്ക് ചെയ്തുകൊണ്ട് അവർ കഷ്ടപ്പെട്ട് മാർക്ക് മേടിച്ചപ്പം ഫ്ലെക്സ് അടിച്ച പോലെ ഞങ്ങൾ 4 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് 0 കാർബ് ഉപയോഗിച്ച് ഷുഗർ കട്ട് ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എന്ത് ചെയ്യണം? കാണിക്കണം. അപ്പോൾ ഈ പ്രദർശനങ്ങളുടെ ലോകത്തൊരിക്കലേ ഞാനൊരു വീട്ടിൽ ഇരിക്കുക, ഒത്തിരി വർഷം മുമ്പാണ്, വളരെ ചെറുപ്പത്തിലാണ്. പക്ഷേ സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങിയ ഒരു പ്രായം. അമ്മയും കൊണ്ട് ഇങ്ങനെ പോവാം. അപ്പോൾ അമ്മ ഇങ്ങനെ വീടുകളിൽ പോകുമ്പോൾ എന്നെ കൊണ്ടാണ് പോവുക. അപ്പോൾ ഏതായാലും ഒരു വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലോട്ട് ഒരാൾ കയറിയിട്ട് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്തു ആ വീട്ടിൻ്റെ ഉടവേ. എന്നിട്ട് ഒരു ചോക്ക് നിറച്ച്, എക്സാജറേഷൻ അല്ല, ചോക്ക് നിറച്ച് പൈസ എടുത്തിട്ട് ഈ വീടിൻ്റെ ഷെയ്ഡിലോട്ട് ഇങ്ങനെ വാരി എറിയുക. ചാക്ക് നിറച്ച് കാശെടുത്ത് വീടിൻ്റെ ഷെയ്ഡിലോട്ട് വാരി എറിയുക. എറിഞ്ഞിട്ട് പുള്ളി ലൈറ്റ് ഓണാക്കി. ഞാൻ ചോദിച്ചു ഇതെന്താ ഇത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാ കള്ളം ഈ വീടിൻ്റെ ഷെയ്ഡുണ്ട് പണ്ട്, ഇപ്പോൾ അതില്ല, വീടിൻ്റെ അകത്തെല്ലാം ഷെയ്ഡ് കാണും. അപ്പോൾ പുള്ളിയുണ്ട് പറഞ്ഞത്, കള്ളം വന്നാൽ അലമാരി തുറക്കാൻ പറയും. അലമാരിക്കകത്ത് കീറിയ നോട്ട, ഒരു കള്ളനും ഷെയ്ഡേ തപ്പത്തില്ല. കള്ളം വന്ന് ഷെയ്ഡേ തപ്പുമോ? ഇല്ല. അവിടെ ഈ മനോരമയും പ്ലാസ്റ്റിക് പൊടിഞ്ഞതും ഒടിഞ്ഞതും ഒക്കെ അല്ലേ കിടക്ക്, അതിനാണ് അങ്ങോട്ട് ഇട്ടേക്കുന്നത്. ആരും തപ്പത്തില്ല. എന്തോ കാശ. എന്നിട്ട് ഈ പുള്ളി അങ്ങ് ഫ്യൂരിയസ് ആയി, ഭയങ്കര ദേഷ്യം. ഇത്രയും കാര്യമുള്ളൂ, പുള്ളിക്ക് കുടിക്കണം. ഒരു ഫുൾ ബോട്ടിലെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അപ്പം ഞങ്ങൾ പോകുന്നില്ലെന്ന് കണ്ടപ്പം പുള്ളി ഭാര്യയോട് ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെട്ടിട്ട് വിഡ്രോവലാണ്. ഒരു കസേര എടുത്ത് ഒറ്റ അട്ടിക്ക് ആ കസേര ഒട്ടിഞ്ഞു പോയി. ഒരു ഡൈനിങ് ടേബിളിൻ്റെ ചെയർ, തേക്കിൻ്റെ ഒരു കസേര ഒറ്റ അട്ടിക്ക് ഒടിച്ചു. അപ്പം എൻ്റെ അമ്മ ചോദിച്ചു, എന്തിനാടാ നീ ഇങ്ങനെ കാണിക്കുന്നത്? സത്യമായിട്ട് ആൻറ്റി നിങ്ങൾ ഇറങ്ങിപ്പോണം, ഇപ്പോൾ എനിക്ക് കുടിച്ചേ ഒക്കത്തുള്ളൂ. എനിക്ക് നിങ്ങളിരിക്കുമ്പം കുടിക്കാം, നിങ്ങളോട് റെസ്പെക്റ്റ് കൊണ്ടാണ് ഞാൻ നിങ്ങളങ്ങ് പോകാൻ പറയുന്നത്. എനിക്ക് കുടിക്കണം, ഞങ്ങളെനിക്ക് പോകുന്നു, അല്ല എന്തോ ചെയ്യാനാ. പുള്ളി അവിടെ നിന്ന് കുടി അങ്ങനെ അങ്ങ് പോയി. ചുരുക്കത്തിൽ എല്ലാം ബാങ്ക്രപ്റ്റായി, എല്ലാം ജപ്തിയായി എന്നൊക്കെ കേട്ടു. അപ്പോൾ വലിയ കാശിട്ടങ്ങ് അമ്മാനമാടുകയല്ലേ. പക്ഷെ എല്ലാം പോയി കഴിഞ്ഞ ഒരു സമയത്ത് വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട് ഇടയ്ക്ക്. ഒരു ദിവസം ഞാൻ അർദ്ധരാത്രി ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഒരു ബൈക്കിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു തട്ടുകടയുടെ മുമ്പിൽ ഇദ്ദേഹം നിൽപ്പുണ്ട്. പഴയ വലിയ പുള്ളിയല്ലേ, കാശിട്ടിങ്ങനെ കളിച്ച ആളല്ലേ, കണ്ടിട്ടങ്ങനെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനിടയ്ക്ക് ജപ്തിയൊക്കെ ഉണ്ടായെന്നൊക്കെ ഞാൻ കേട്ടു. അപ്പം ഞാൻ ബൈക്ക് നിർത്തിയിട്ട് ചോദിച്ചു, അച്ഛാ എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, ജപ്തിയായെന്നൊക്കെ കേട്ടു. ഈ പുള്ളി എന്നോട് പറഞ്ഞൊരു മറുപടി, പുള്ളിയുടെ ഇംഗ്ലീഷ് ഇങ്ങനെ ഒഴുകും. അങ്ങനെ വാട്ട് യു തിങ്ക് അബൌട്ട് മീ? ഐ ആം ഡെയർ ഇനഫ് ടു ഫേസ് എനി സിറ്റുവേഷൻ ഇൻ മൈ ലൈഫ്. ഐ നോ ഹൗ ടു ഹാൻഡിൽ. ഐ ജസ്റ്റ് നീഡ് എ ഫോൺ ടു ഡു ദ ബിസിനസ്. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഇത്ര ക്രോർ ടൺ റുപ്പിയുടെ ഇത്ര ടൺ സാധനമാണ് പുള്ളി എക്സ്പോർട്ടിങ് ലൈസൻസൊക്കെ ഉള്ള ആളാണ് എക്സ്പോർട്ട് ചെയ്തേക്കുന്നത്. ഐ ജസ്റ്റ് നീഡ് എ ഫോൺ ടു ഡു ദറ്റ് ബിസിനസ്. ത്രൂ ഓൺലി ദിസ് ഫോൺ ഐ ഡിഡ് ദറ്റ്. ഐ ഡിഡ് നോട്ട് നീഡ് എ ഓഫീസർ. എഴുതി ഇത്ര കോടി രൂപയാണ് പുള്ളി കയറ്റിവിട്ടെ. അതിൻ്റെ കമ്മീഷൻ ദാറ്റ് ഇറ്റ് സെൽഫ് കംസ് അറൗണ്ട് 20 to 30 lakhs of rupees, and that money will be credited into my account within 2-3 weeks. Then things will be solved. ഇതെല്ലാം കേട്ട് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്ര കോടി രൂപയുടെ സാധനം പോയി, ഇത്ര ലക്ഷം രൂപ കമ്മീഷൻ വരും, അപ്പോൾ എല്ലാം മാറും. ഇതെല്ലാം പറഞ്ഞിട്ട് മനുഷ്യൻ എന്നോട് ഒടുവിൽ പറഞ്ഞു, ഒരു 50 രൂപ വരെ 2 ദോശ കഴിക്കണം. ഒരു 50 രൂപ വരെ 2 ദോശ കഴിക്കാനാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയേ, ഈ പണമെന്ന് പറയുന്ന സാധനം എന്തോ അതിനർത്ഥം. വലിയ പണക്കാരെന്ത് ചെയ്യും? വലിയ പണക്കാരെന്ത് ചെയ്യും? ഇന്ന് പലരും ഈ പണത്തിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് വഴക്കടിക്കുകയും ചെയ്യുന്നുണ്ട്. പല കുടുംബങ്ങളിലെയും പ്രശ്നവും പണമാണ്. പല സഭയുടെ പ്രശ്നം എന്താണ്? പണമാണ്. ഞാനൊരു സെൻട്രൽ പാസ്റ്ററാണ്. എല്ലാ സെൻട്രലിലും ഞാൻ ഉപദേശിക്കും, ഫണ്ടിൽ പൈസ പാടില്ല. ഫണ്ട് വരിക, ഫണ്ട് 0 ബാലൻസ് ആകുക. ഏതാവശ്യത്തിനും മുട്ടക്കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. ഫണ്ട് വന്നോ എന്തുണ്ടാകും? പ്രശ്നം ഉണ്ടാകും. പൈസയില്ല, എന്താ പ്രശ്നം? സത്യത്തിൽ പൈസയ്ക്കില്ലെങ്കിൽ പല പ്രശ്നം ഒഴിവാകത്തില്ലേ? ഒഴിവാകും. ഇന്ന് പല കുടുംബങ്ങളുടെയും ഡിവോഴ്സിൻ്റെ കാരണം പൈസയാണ് പ്രശ്നം. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയില്ലായിരുന്നു, ഭർത്താവിന് മാത്രമേ ജോലിയുള്ളായിരുന്നു. ഭർത്താവായിരുന്നു ബ്രെഡ് വിന്നർ. അപ്പം ഭാര്യ അഭിമാനത്തോടെ പറഞ്ഞു, എന്താ ജോലിയും ചോദിച്ചപ്പോൾ എന്താ ജോലി പറഞ്ഞേ? ഹൗസ് വൈഫ്. ഇന്ന് ഹൗസ് വൈഫ് എന്ന് പറയത്തില്ല, മൈ മദർ ഈസ് എ
ഹോം മേക്കർ എന്ന് പറയത്തില്ല, ഹൗസ് വൈഫ് എന്ന് പറയത്തില്ല. മറ്റേത് ഈ ഹോം മേക്കർ എന്നൊക്കെ പറയുന്ന ഒരു കുറച്ച് ജോലിയാണെന്ന് തോന്നുന്നവരോട് പറയട്ടെ, അതൊരു അഭിമാനമുള്ള ജോലിയല്ലേ. ഈ എളിവനായ ഞാനിങ്ങനെ എയർപോർട്ടിൽ ഒരു ഇമിഗ്രേഷൻ കൗണ്ടർ നിൽക്കുക. അപ്പോൾ ബോംബെ വെച്ച ഒരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വാട്ട് ആർ ഡൂയിങ് മാൻ, വാട്ട് ആർ ഡൂയിങ് into why sir, your face is very similar, I have seen your face, I do not know, I couldn't recollect, but it is very familiar, what are you doing? അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാനൊരു ഇങ്ങനെയൊക്കെ ഒരാളാണ്. ഓ ശരി, പുള്ളി എനിക്ക് ഇത് അടിച്ചു തന്നു. അപ്പോൾ തൊട്ട് പുറകെ എൻ്റെ വൈഫ് ഇപ്പുണ്ട്. വൈഫിനോട് ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്? അവൾ ചോദിച്ചു, യു ആർ ആസ്കിങ് അബൌട്ട് മീ? യെസ്, ഐ ആം ഹിസ് വൈഫ് ആൻഡ് ദാറ്റ് ഇസ് മൈ ജോബ്. ദാറ്റ്സൊള്ളിന്നേ, അവൻ്റെ ഭാര്യയാണ് ഞാൻ, അതാണ് എൻ്റെ ജോലി. അങ്ങനെ പറയുന്നൊരു കുറച്ചിലും വല്ലതും ആണോ? ഒരു കുറച്ചിലല്ല. അപ്പം ഈ പറയുന്ന കാലത്ത് നമുക്ക് ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല, ഉണ്ടോ? ഇല്ല. എന്നാലും ഞാൻ ഒരു വിദേശത്ത്, ഞങ്ങൾ ഈ കഥ പറയും പക്ഷേ സ്ഥലം പറയില്ല, ഒരു തണുത്ത രാജ്യമാണ്, മഞ്ഞൊക്കെയുള്ള രാജ്യത്ത് നിൽക്കുക. അപ്പോൾ എൻ്റെ അന്ന് ഞങ്ങളുടെ ഹോള് പണിയാണ്, ഞങ്ങളുടെ ചർച്ചിൻ്റെ പണി നടക്കുക. അപ്പം ഫണ്ട് റൈസിങ്ങിനാണ് എന്നെ കൊണ്ട്. നമുക്ക് പറയുന്നതിന് എന്താ ഫണ്ട് റൈസിങ്. എൻ്റെ ചർച്ചിലെ ഒരു ബ്രദർ, എൻ്റെ ഒരു കസിനും എൻ്റെ ഒരു സഭാംഗവുമാണ് എന്നെ അവിടെ കൊണ്ടുപോയേക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, ഒരു വീട്ടിൽ കൊണ്ടുപോയത് ഇന്നതിനാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ ഒരു കുടുംബ പ്രശ്നമുണ്ട്, അതിനെന്നെ കൊണ്ടുപോയതാണ്. അപ്പം ഞാൻ ഈ സഹിച്ചാൽ എല്ലാം കൊണ്ട് ഞങ്ങളൊരു ഫാമിലി കൗൺസിലിംഗ് കോഴ്സൊക്കെ പഠിച്ചാണ്. ആ ഒരു ബലത്തിലാണ് പുള്ളി എന്നെ കൊണ്ട് പോകുന്നത്. അവിടെ ചെന്ന് വരുന്നപ്പോൾ ഇവർ രണ്ടും കൂടെ അവിടെ ആ വീട്ടിൽ ആ രാജ്യത്ത് ഭയങ്കര ഹീറ്റർ വേണ്ട സ്ഥലമാണ്. പക്ഷേ അവിടെ ആ വീട്ടിൽ ഒന്നും ഇല്ല, ഹീറ്ററില്ലെന്ന് തോന്നുന്നു. എന്നെ അങ്ങ് തണുക്കുകയാണ്, എന്നെ ശരിക്കും തണുത്തപ്പോൾ ഇങ്ങനെ എന്നെ അങ്ങ് വിറയ്ക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഹീറ്റർ കുടി പ്ലീസ് സ്വിച്ച് ഓൺ ദ ഹീറ്ററില്ലേ? അപ്പം ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ കണ്ണി നോക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടുന്നത്. ഇവരുടെ പ്രശ്നം എന്നാ ചോദിച്ചാൽ, എല്ലാ മാസവും ടോപ്പപ്പ് ചെയ്യുന്ന ഒരു ഹീറ്റർ സംവിധാനമുള്ള ഒരു ആ രാജ്യത്തെ ഒരു പഴയ ഒരു വീടാണ്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ അവനായിരുന്നു ചെയ്തത്, പിന്നെ അവൾ ചെയ്തു. ഈ പ്രാവശ്യം അവൻ്റെ ടേണ, അതുകൊണ്ട് അവൻ ചെയ്യാഞ്ഞുകൊണ്ട് ഇവളും ചെയ്തില്ല. അവൻ ചെയ്തതുകൊണ്ട് ഇവളും ചെയ്തില്ല. അതിന് പേരിലാണ് ഈ പ്രശ്നം. ഹീറ്റർ ഓണാക്കിയിട്ടില്ല, പഡ് മേടിച്ചിട്ടില്ല. പിന്നെ ഇവർ പറയുന്ന മുഴുവൻ പൈസയുടെ കണക്കാണ്. ചുരുക്കത്തിൽ എനിക്ക് കണക്ക് മനസ്സിലായി. അവൻ്റെ അപ്പൻ അറ്റാക്ക് ഉണ്ടായപ്പോൾ നാട്ടില ഇവൾ പൈസ അയച്ചില്ല, അയാൾ മരിച്ചുപോയി. ആൻജിയോഗ്രാം ചെയ്തു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പൈസ കൊടുക്കാതെ അയാൾ മരിച്ചുപോയി. അവിടെ അപ്പൻ അസുഖം ഉണ്ടായപ്പോൾ ഇവൻ അയപ്പിച്ചില്ല, അയാളും മരിച്ചുപോയി. പൈസയുടെ കണക്കായി പറയുക, മുഴുവൻ പൈസയുടെ കണക്ക്. എനിക്കെൻ്റെ സങ്കടമാണ്. ഞാൻ പറഞ്ഞു, നമുക്കൊന്നും ഇല്ലെങ്കിലും സന്തോഷമല്ലേ, ഈ കണക്ക് പറയുന്നത് നിങ്ങൾ ശരിയാകത്തില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ടുപോയ അച്ചാച്ചൻ എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, ഇച്ചിരി പൈസ കിട്ടും. നമുക്ക് ഇത് ശരിയാകത്തില്ല, പക്ഷെ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, കാരണം അവിടെ ഇല്ല പൈസ കിട്ടും, നമുക്ക് ഹോള് പണിയണ്ടേ. ഞാൻ പറഞ്ഞു, ഇവിടെ പൈസ കൊണ്ട് ഹോള് പണിതാൽ ഹോൾ ഇടിഞ്ഞു പോകും. കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ, എല്ലാ പൈസയും വരരുതെന്ന് പ്രാർത്ഥിക്കുമോ? അർഹതയില്ലാത്ത ദൈവികമല്ലാത്ത ഒരു പൈസ വരണം തന്നെയല്ല പ്രാർത്ഥിക്കുന്നത്, ദൈവികമല്ലാത്ത ഒരു പൈസയും വരരുത് പ്രാർത്ഥിക്കും. ആമേൻ പറയാമെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞു ധൈര്യമായിട്ട്. ആമേൻ പറയണം, വേണ്ടേ? പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുക, ദൈവികമല്ലാത്ത പൈസ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. അത് ഭയങ്കര അപകടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട, പക്ഷേ നിങ്ങളോട് ദൈവം ചോദിക്കും. ഒന്നാമത്തെ കാര്യം, എന്നെ വിറച്ചു ഇത്രയും നേരം എന്നെ തണുപ്പിച്ചതിന് തമ്പുരാൻ നിങ്ങളോട് ചോദിക്കും. ഈ പിള്ളേർ തണുത്തിരിക്കുക. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു വാർത്ത കേട്ടു, ഇവർ രണ്ടും കൂടെ വഴക്കുണ്ടാക്കിയപ്പോൾ അടുത്ത സായിപ്പ് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നിട്ട് അവനെ ഡീപ്പോർട്ട് ചെയ്തു. അവൻ ഡിപ്പെൻഡൻ്റാണ്, ഇന്ത്യക്ക് കയറ്റി വിട്ടു. പിള്ളേരെ സോഷ്യൽ സർവീസ് ചെയ്യുന്നവർക്ക് വളർത്താൻ കൊടുത്തു. പാകിസ്ഥാനികളാണ് വളർത്തുക, 18 വയസ്സ് വരെ വളർത്തും. എന്തോന്ന് പൈസ? ആര് പൈസ? എവിടുത്തെ പൈസ? ഒന്നുമില്ലെങ്കിൽ എത്ര പേര് ജീവിക്കുന്നുണ്ട്? സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ഒന്നുമില്ലെങ്കിലും കർത്താവ് ഉണ്ടാവുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും എന്തുണ്ട്? കർത്താവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പാടും, ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെ. അപ്പോൾ ഉള്ളതിൽ സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ആളുടെ പേരാണ് കർത്താവ്. കരമുയർത്തി ഒന്ന് പറയാമോ? ഉള്ളതിൽ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ ജീവിക്കണം, പരിമിതികളിൽ ജീവിക്കണം. പരിമിതികളിൽ ജീവിക്കുന്നത് അരിപ്പനാകാൻ വേണ്ടി, പിശുക്കനാകാൻ വേണ്ടിയൊന്നും അല്ല. ഒരു കാര്യം മാറ്റിവെച്ചാലേ മറ്റൊരു കാര്യങ്ങളെ സഹായിക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ ഒരു കാര്യം ഒന്ന് വേണ്ടാന്ന് വെക്കുമ്പോഴേ
നമുക്ക് മറ്റൊരാളെ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? സഹായിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ സഹായിക്കുമ്പോഴേ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകത്തുള്ളൂ. കാരണം ക്രിസ്തു പഠിപ്പിച്ചു, എൻ്റെ രാജ്യം എന്തല്ല, ഐഹികമല്ല, അതിരുകളില്ലാത്തൊരു രാജ്യം, മനുഷ്യ മനസ്സുകളിലെ ഒരു രാജ്യം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കണം? സ്വർഗത്തിലായിരിക്കണം. പുഴുവും തുരുമ്പും കെടുത്താത്തതും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്തതുമായി സ്വർഗത്തിലായിരിക്കണം. അപ്പം കർത്താവ് ആരാണ്? പരിമിതികളിലും സന്തോഷിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആളുടെ പേരാണ് കർത്താവ്. അതിന് മാതൃക കാണിച്ച് തന്നു ഇല്ലേ? പരിമിതികളിൽ ജീവിച്ച് എന്നിട്ടും ഏറ്റവും ശ്രദ്ധേയമായ അർത്ഥസമ്പുഷ്ടമായ ഒരു ജീവിതം നയിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നിലൂടെ ഇങ്ങനെ ആനന്ദകരമായൊരു ജീവിതം ക്രിസ്തുവിൽ ജീവിക്കാനായിട്ട് കഴിയും. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. എല്ലാവരും പറഞ്ഞേ, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള അപ്പോൾ ഒന്ന്, ദൈവം മനുഷ്യനെ തേടി വരികയാണ്. രണ്ട്, ദൈവം പരിമിതികളിൽ ജീവിക്കാൻ, ചെറുതായി ജീവിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഉള്ളതിൽ സന്തോഷിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ആളുടെ പേരെന്താണ്? കർത്താവാണ്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? കർത്താവാണ്. കർത്താവിൻ്റെ കൈ കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ ഓർത്തപ്പം 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി വർദ്ധിപ്പിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് ശേഷം മിച്ചം വന്നത് എത്ര കൊട്ട ശേഷിപ്പിച്ചു? 12 കൊട്ട അല്ലേ? 12 കൊട്ട. എന്തിനായിരിക്കും 12 കൊട്ടയെന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഒരു പാവം സഞ്ചാര ഉപദേശി മുറ്റത്ത് ഇതുപോലെ കൺവെൻഷൻ നടത്തുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തു. ഉപദേശി ചെറിയൊരു കൺവെൻഷൻ മുറ്റത്ത് നടക്കുക. എൻ്റെ അമ്മ 1.5 പ്രാർത്ഥന പുള്ളി പ്രാർത്ഥിച്ചു തുടങ്ങിയ ഇതാണ്: ദൈവമേ സ്തോത്രം, 5 അപ്പം കൊണ്ട് ആ 5 അപ്പവും 2 മീനും ആ ബാലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു അത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അങ്ങോട്ട് വർദ്ധിപ്പിച്ച്, എന്നിട്ട് ഈ യഹൂദ അവന്മാരെ എല്ലാം 50 വീതം പന്തിയായി അങ്ങോട്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് ഇരുത്തി, എന്നിട്ട് എല്ലാവരും വിളമ്പി അങ്ങോട്ട് കൊടുത്തിട്ട് മിച്ചം വന്നത് മുഴുവൻ ഒട്ടും കളയാതെ 12 കൊട്ട അങ്ങോട്ട് നിറച്ചെടുത്ത് ആ 12 കൊട്ട 12 ശിഷ്യന്മാരുടെ തലയിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കടാ വീട്ടിൽ നിന്ന് പറഞ്ഞ് മുക്കവക്കൂടിയിലെ 12 പട്ടിണിപ്പാവങ്ങളായ പിള്ളേരുടെ പട്ടിണി മാറ്റിയ എൻ്റെ കർത്താവ് 2 അടി നെഞ്ചത്ത്. എന്തോ പ്രാർത്ഥനയായിരുന്നു. ഏതായാലും 12 കൊട്ട കൊണ്ട് കർത്താവ് ശേഷിപ്പിച്ചു എന്നും കാണുകയാണ്. അപ്പം അവിടെയാണ് ക്രിസ്തു ഇന്ന് എന്നോടൊരു വൈദികൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഞാനൊന്ന് പറഞ്ഞു പോവുകയാണേ, ഓർത്തപ്പോൾ ഈ പരിമിതിയും ജാടയുള്ള കാര്യം. അച്ഛനാണ്. അച്ഛൻ്റെ മോനൊരിക്കൽ എന്നോട് പറഞ്ഞാണ്, ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോയി. ഒരു മക്കളെല്ലാം വിദേശത്താണ്. എല്ലാവരും കൂടെ വന്ന് ഭയങ്കര ഫുഡെല്ലാം വെച്ചിട്ട് ഇവർ ഫോട്ടോ എടുത്തപ്പോൾ ഈ മർത്തോമായിലെ അച്ഛൻ എഴുന്നേറ്റ് ഇന്ന് മക്കളോട് പറഞ്ഞു, ഒന്നുകിൽ എന്നെ ഒഴിവാക്കണം, സ്വന്തം മക്കളാണ്, അല്ലെങ്കിൽ എനിക്കൊരു ഗ്യാരണ്ടി തരണം, ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അവർ ചോദിച്ചു, അതെന്നെ അച്ഛൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഇടവകയിൽ ഇന്നും 3 നേരം മൊത്തം കഴിക്കാത്തവരുണ്ട്, ഒരു കറി കൂട്ടി കഴിക്കുന്നവരുണ്ട്, ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കുന്നത് പോസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. സത്യമല്ലേ? ഇന്ന് എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ പോയാലും എല്ലാവരും നിരന്നിരിക്കുന്ന ഫുഡ് എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഓർത്തോണം, അതും പാവമാണെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുക. കാരണം ഇന്നും പട്ടിണി അനുഭവിക്കുന്ന, 2 കറി ഒന്നിച്ച് കൂട്ടാൻ കഴിയാത്ത 1000 പേര് നമ്മുടെ ചുറ്റുമുള്ളപ്പം കഴിക്കുന്നതിന് കുഴപ്പമില്ല, പ്രദർശനം പാടില്ല. കഴിക്കുന്നതിന് കുഴപ്പമില്ല, പ്രദർശനം പാടില്ല. അതിന് ആമയം പറയാവുന്നവരൊന്നും ആമയം പറഞ്ഞേ. കഴിക്കുന്നതിനൊന്നും തെറ്റല്ല കേട്ടോ. കർത്താവ് നിങ്ങൾ നല്ല ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് കർത്താവൊന്നും പറയത്തില്ല. പക്ഷേ അത് പ്രദർശനം ആർക്കിഷ്ടമില്ല? ദൈവത്തിന് ഇഷ്ടമില്ല. ഇന്നും പട്ടിണി കിടക്കുന്നവർ ഇവിടില്ലേ? ഉണ്ട്. ഇന്നും ചുരുങ്ങി ജീവിക്കുന്നവരും ഒരു നല്ല കറി കൂട്ടി കഴിക്കാത്തവരും ഇവിടില്ലേ? ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒരു കൗണ്ടർ കൾച്ചർ കർത്താവ് തരിക. അവിടെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു, അവൻ അവിടുന്ന് അത്ഭുത മന്ത്രി, നിത്യപിതാവ്, വീരനാം ദൈവം, സമാധാന പ്രഭു. എല്ലാവരും ഒന്ന് ആ വാക്കെന്ന് പറഞ്ഞേ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ഒന്ന് അവിടുന്ന് നിത്യപിതാവാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു നിത്യപിതാവെന്ന് പ്രവാചകൻ പറയുക? ഈ മനുഷ്യരുടെ സത്യത്തിൽ ഇന്നത്തെ പ്രശ്നം എന്താ? ഒരർത്ഥത്തിൽ ഈ മനുഷ്യർ മുഴുവൻ ഒറ്റയ്ക്കാണ്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒത്തിരി ബന്ധുക്കളും പ്രതാപമൊക്കെ ഉള്ളവരെ എനിക്കറിയാം. പക്ഷെ സ്വന്തം കുഞ്ഞിനൊരു പ്രശ്നം വന്നാൽ ആരോട് പറയും? അപ്പാപ്പനോട് പറയാനൊക്കുമോ? പലയിടത്തും പറയത്തില്ല. പറയുമോ? ഇല്ല. നീറി നിൽക്കത്തേ ഉള്ളൂ. അപ്പം മനുഷ്യരെല്ലാം ഒരു പരിധി വരെ ഒറ്റയ്ക്കാണ്. ഒരു സഹോദരൻ ഒരിക്കൽ പവർ വിഷൻ ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നെ കാണാൻ നിൽക്കുക. എനിക്കൊരു മനസ്സിൽ ഒരു സങ്കടം തോന്നിയ ഒരു ദിവസമാണ്. അപ്പോൾ അദ്ദേഹം ഒരു 10-25 വയസ്സുണ്ടാവും ആ പിതാവിന്.
അദ്ദേഹം എന്നെ കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്ററേ ഞാൻ വടക്കേന്ത്യയിൽ നിന്ന് വരികയാണ്, എനിക്ക് പാസ്റ്ററെ ഒന്ന് കാണണം, അതിനാണ് ഞാൻ വന്നത്. ഞാൻ ചോദിച്ചു, എന്താ ചെയ്യാ? ഒന്നുമില്ല, ഒന്ന് കരയാൻ ഞാൻ വന്ന. ഈ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കേട്ടോ. കരഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ പറഞ്ഞു, എനിക്ക് ആരെയില്ല. അപ്പം എനിക്കൊരു സംശയം. ഞാൻ ചോദിച്ചു, ഭാര്യ? ആ ഉണ്ട്. പിള്ളേരെ? ആ ഉണ്ട്. എന്നിട്ട് ഈ പുള്ളി പറഞ്ഞു, എനിക്ക് ആരെയില്ലെന്ന്. അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുക, അപ്പച്ചൻ കഴിഞ്ഞ വർഷം മരിച്ചുപോയി, അമ്മച്ചിയും മരിച്ചുപോയി. അപ്പച്ചനും അമ്മച്ചിയും മരിച്ചപ്പോഴാണ് പുള്ളിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് ആരുമില്ല. അന്ന് എനിക്ക് വായന കിട്ടിയൊരു വാക്കാണ് അഡൽട്ട് ഓർഫൻ. ഏത് മനുഷ്യനും ഏത് പ്രായത്തിലും അപ്പനും അമ്മയും മരിച്ചാൽ ആരാ? അഡൽട്ട് ഓർഫന. നമ്മൾ എന്ത് സങ്കടം ഉണ്ടായാലും ഏത് പ്രായത്തിലാണേലും ഓടിച്ചെല്ലുന്നത് എങ്ങോട്ടാ? അമ്മയുടെ അടുത്തോട്ട്. പെൺപിള്ളേരൊക്കെ കെട്ടിച്ച് വിട്ട് പ്രായമായി അവർക്ക് മക്കളായാലും അവർ സങ്കടം വന്നാൽ എവിടെ പോകും? ഇനി എൻ്റെ ഒരു ചിന്ത ശരിയാകാം, തെറ്റാകാം. നല്ലപോലെ സന്തോഷമുള്ള ദിവസം ചിലപ്പോൾ നമ്മളിങ്ങനെ നേരെ കിടന്നുറങ്ങും. ടെൻഷൻ അടിച്ച ഒരു ദിവസം മിക്കവാറും ഏത് തടിയനും കിടന്നുറങ്ങുന്നത് എങ്ങനെ ആയിരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം. എന്നിങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെച്ച് കിടക്കത്തില്ലേ? ആ കിടക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഒരു ഗർഭിണിയുടെ സ്കാനിങ് റിപ്പോർട്ട് കൂടെ എടുത്ത് നോക്കിയേ, രണ്ടും സെയിം അല്ലേ? നമ്മൾ ഈ ടെൻഷൻ അടിക്കുമ്പോൾ അറിയാതെ എവിടെ കയറും? ഗർഭപാത്രത്തിൽ കയറും. ടെൻഷൻ അടിക്കുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറും. അമ്മ നമുക്കൊരാശ്വാസമാണ്, അപ്പനൊരാശ്വാസമാണ്. സത്യത്തിൽ അത് വലിയൊരു കാര്യമാണ്. ഞാനിന്ന് കുറച്ചൊക്കെ യാത്രയൊക്കെ ചെയ്യാറുണ്ട്, കൺവെൻഷന് വേണ്ടിയൊക്കെ. എന്നാലും എൻ്റെ ഒരു സങ്കടം ഞാൻ നിങ്ങളോട് പറയാം. ഇങ്ങോട്ട് വന്നപ്പം എന്നെ എത്രയോ പേര് വിളിച്ചു, ഇവിടുന്ന് വിളിച്ചു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം ചെന്നോന്ന് ആരെങ്കിലും ചിറക്കുമോ? എന്നെ വിളിച്ച അച്ചായനെന്തിയെ? ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ റാന്നി ചെന്നോ എന്ന് അച്ഛൻ ഒരു വട്ടമെങ്കിലും ചോദിക്കുമോ? ഇന്ന് ചോദിക്കായിരിക്കും. ചോദിക്കുമോ സാധിച്ച? ചോദിക്കത്തില്ല. കൊച്ചുവിനെ ചോദിച്ചിട്ടുണ്ടോ? കൊച്ചു പറയാം ഉണ്ടോ? ഇല്ല. അങ്ങോട്ട് പോകുമ്പോൾ ചോദിക്കുക, അത് അവിടെ ആവശ്യമാണ്. പക്ഷെ ഞാൻ ഈ തിരിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാൻ, അത് അപ്പനൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കത്തുള്ളൂ. എൻ്റെ അപ്പനെ മരിച്ചുപോയി. എൻ്റെ അപ്പൻ മരിക്കുന്നിടം വരെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ ചെല്ലുന്നിടം വരെ 2 മണിയായാലും കാനുവസേരം ഇങ്ങനെ കിടക്കും. അതൊരു കാഴ്ചയായിരുന്നു. എഴുന്നേറ്റ് ഇങ്ങനെ പോകുമ്പം കൈലിയെല്ലാം ഊർന്നു പോകും. ഓക്സിജൻ അടുത്ത് കാണും, സിലിണ്ടർ, അതും വലിച്ചുകൊണ്ട് ഒരാൾ പോകും. അതുവരെ എന്നെ നോക്കി ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കാൻ ഒരാളുള്ളത് അപ്പനൊപ്പമുള്ളല്ലേ ഉള്ളൂ. ഈ പെൺപിള്ളേരുടെ ഒരു പ്രശ്നമുണ്ട്. ഇതുങ്ങൾ പെൺപിള്ളേരും ആൺപിള്ളേരല്ല, ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. ഇവർ വരാൻ താമസിക്കും. ഇവരെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഈ പിള്ളേർ ഫോൺ എടുക്കത്തില്ല. എന്നാ കാര്യം ചോദിച്ചാൽ പറഞ്ഞു സൈലൻ്റ് ആയിരുന്നു. ഇവരുടെ ഫോൺ സൈലൻ്റ് ആകുമ്പോൾ അമ്മ എന്താകും? വയലൻ്റ് ആകും. ഇവർ സൈലൻ്റാക്കി, അവർ കൂളാണ്, സൈലൻ്റാക്കി. അമ്മ എന്താക്കി? വയലൻ്റായി. അമ്മ ഉടനെ എന്തോ ചെയ്യും? ഉള്ള എല്ലാവരും എന്ത് ചെയ്യും? വിളിച്ചു വയ്ക്കും. വന്നോ, അവിടുന്ന് പോന്നോ. അത് അറിഞ്ഞ് ഈ കുട്ടി എന്നെ വിളിച്ചു ചോദിച്ചോ, എന്നെ നാണം കെടുത്തിയില്ല, ഞാനിപ്പം കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചവിട്ടി കുലുക്കി കയറി മുറിക്കകത്തോട്ട് കയറി ഒരൊറ്റ കമന്നൊരു കിടപ്പുണ്ട്. ശരിയാണോ? കമന്ന് കിടക്കുമ്പോൾ JCB വന്ന് മാന്തിയാലും ഇതുങ്ങൾ എടുക്കത്തില്ല. അപ്പോൾ ഇത് ഒരു പെണ്ണാണെ കഥ അടച്ചിട്ട് കിടന്നു. ഇനി ഇത് വല്ല കടുങ്കൈ കാണിക്കുമെന്നറിയാൻ ജനലെ കൂടെ വലിഞ്ഞു കയറി അമ്മ നോക്കിയപ്പം വീണ് കൈ ഓടിക്കും. അങ്ങനെ വല്ലതും ഒപ്പിക്കും, അത് തുറക്കുന്നില്ല. എന്നിട്ടോ കഴിക്കാൻ വിളിച്ചപ്പോൾ ഇത് പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് പിന്നെ എന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഞാൻ ഈ പിള്ളേരെല്ലാം പറയുന്ന കാര്യമുണ്ട്. അനാഥശാല ചെന്നിക്കോ, ഒരു കൊച്ചും വേണ്ടെന്ന് പറയുമോ? 3 മണി 7 മണിക്ക് വൈകിട്ടത്തെ ഡിന്നറാണെങ്കിൽ ബെല്ലടിച്ചാൽ എല്ലാവരും ഒരു പ്ലേറ്റ് കഴിക്കും. കൊച്ച് 3 വയസ്സുള്ളത് പോലും തന്നെ ഒരു പ്ലേറ്റ് വാരി തിന്നും. കാരണം അവനറിയാം പുറകെ നടക്കാൻ ആരുമില്ല. ഈ പുറകെ നടക്കാൻ ആളുള്ളത് ആരുള്ളപ്പോഴേ ഉള്ളൂ, അമ്മയുള്ളപ്പോൾ. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ മനുഷ്യരെല്ലാം അനാഥരാണ്. അത് സത്യമാണ്. ഒരു പരിധി വരെ അനാഥര. സിറ്റി ഇന്ന് ഗ്ലോബലൈസേഷൻ്റെ നാട്ടിൽ അർബനൈസേഷൻ ഒരു വലിയ കാര്യമാണ്. നഗരവൽക്കരണത്തിൻ്റെ ലോകം. എല്ലാവരും പട്ടണങ്ങളിലേക്ക് ചേക്കേറുക. എങ്കിലും സിറ്റി എന്നതിന് എനിക്കൊരു ഡെഫിനിഷൻ കിട്ടി. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരുമില്ലാത്ത കുറേ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? സിറ്റിയാണ്. അവിടുത്തെ ഫ്ലാറ്റിൽ ആരാ നമുക്കറിയാമോ? ഇല്ല. വണ്ടികളിങ്ങനെ ഒഴുകുക, വരുന്നു പോകുന്നു, ആർക്ക് എന്നും അറിയത്തില്ല. അപ്പം മനുഷ്യരുടെ ഒരു സങ്കടമാണ് അനാഥത്വം എന്ന് പറയുന്നത്. ഇവിടെയാണ് കർത്താവ് പിതാവായിട്ട് മാറുന്നത്, നിത്യപിതാവ്. ഇന്ന് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 1000 തെളിവ് നിർത്തി ഏത് സമ്പാദക്കാർ പറയുകയാണ് യേശു ഇല്ലെന്ന് പറഞ്ഞാലും എനിക്കൊരുത്തൻ്റെയും തെളിവ് വേണ്ട എനിക്ക്. കാരണം എനിക്കൊരു യാഥാർത്ഥ്യമാണ് യേശു. ഒരിക്കൽ എനിക്ക് യേശു ഒരു അറിവായിരുന്നു.
പക്ഷേ എനിക്കിന്ന് യേശു കർത്താവ് ഒരു അറിവല്ല മക്കളെ. എൻ്റെ കണ്ണ് നനഞ്ഞ കർത്താവിനറിയാം, എൻ്റെ മുഖം പാടിയ കർത്താവിനറിയാം. അതെൻ്റെ ഒരു അറിവാണ്, ഉറപ്പാണ് എല്ലാ കാര്യത്തിലും. ഞാൻ എപ്പോഴും പറയും, നിത്യപിതാവെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ പാസ്റ്റർമാർക്കൊരു സങ്കടമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ. എല്ലാ വിശ്വാസികളും ഒരു പരിധി വരെ അവരുടെ പ്രയാസങ്ങൾ ആരോട് പറയും? പാസ്റ്ററോട് പറയും, വിശ്വസിച്ച് പറയും. സത്യമല്ലേ? പറയും. ഞാനൊരു പാസ്റ്ററാണ്, എന്നോട് എന്ത് വിശ്വാസികളൊക്കെ പലരും സങ്കടം പറയും. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ എന്നോട് എത്രയോ അച്ചായന്മാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇടത്തൂടാണ് അവൾ വേണ്ടിയിട്ട് 2 ആഴ്ചയായി, ഇണങ്ങുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എന്ന് പറയല്ലേ, ഭയങ്കര അഭിമാനിയാണ്. പറയാതെ പാസ്റ്റർ എങ്ങനെങ്കിലും ഒന്ന് ഞാൻ അവിടെ ചെന്നു. ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, ഒരു ആത്മനിയോഗം, 2 പേരും കൂടെ കരം കോർത്തൊന്ന് പ്രാർത്ഥിച്ച്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓർത്തോണം, ചിലപ്പോൾ അച്ചാച്ചൻ പറഞ്ഞിട്ടാ, എല്ലാം നിയോഗമൊന്നും ആയിരിക്കണമെന്നില്ല, ഏതായാലും എൻ്റെ ആത്മനിയോഗമാണ്. അതോടുകൂടി അവരങ്ങ് ശരിയാകും. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഞാനും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? പറയാനൊക്കുമോ? ഇല്ല. പറയാനൊക്കുമോ? പറയരുത് കേട്ടോ. എന്നെ പ്രശ്നമുണ്ടെങ്കിലും വിശ്വാസിയോട് പറയരുത്. തലകുത്തി ജീവിതം എന്നെ പഠിപ്പിച്ച പാഠമാണ്, എന്തോ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും ആരോട് പറയരുത്? വിശ്വാസിയോട് പറയരുത്. പാർശ്വാന്റിമാരുണ്ടെങ്കിൽ കേട്ടോണം, നാളെ 8ൻ്റെ പണി തിരിച്ചു കിട്ടും, ഉറപ്പത്. കിട്ടിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇനി രണ്ടാമത്തൊരു കാര്യം, 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ രഹസ്യം ഈ ചങ്കിനകത്തുണ്ട്. ഇറങ്ങിപ്പോയത്, തിരിച്ചു വന്നത് ആരും അറിയാതെ ഞാൻ പോയി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്നല്ല, എന്തല്ല, കേസ്, കൊല്ലാപ്പ്, സ്റ്റേഷൻ ഒക്കെ ഒരു മനുഷ്യനറിയാതെ ഞാൻ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു മനുഷ്യനറിയാതെ ട്രാഫിൽപ്പെട്ട കൊച്ചുങ്ങളെ ഒറ്റയ്ക്ക് ജീവൻ കളഞ്ഞു പോയി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അഹങ്കാരം പറയല്ല, സത്യമാണ്. ഇപ്പോൾ എനിക്കതിനുള്ള ആർജയില്ല. എൻ്റെ ഒരു പ്രായത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയി പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. മരിക്കട്ടെന്ന് പറഞ്ഞ് പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ തിരിച്ച് ഞാൻ ചോദിക്കുക, 100 കണക്കിന് സുവിശേഷകരെ എനിക്കറിയാം. അവരുടെ ജീവിതത്തിൽ കൊച്ചുങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി ആരോട് പറയും? വിശ്വാസിയോട് പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവരെ വേണ്ടാന്ന് എഴുതി കൊടുത്തവരെ എനിക്കറിയാം. ഞാനും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. പക്ഷെ അങ്ങനെയൊക്കെ വന്നാൽ അവർക്കൊറ്റ വഴിയേ ഉള്ളൂ, തന്നെ കിടന്ന് ഉരുളാനേ ഒക്കത്തുള്ളൂ. അങ്ങനെ വ്യക്തിപരമായൊരു വിഷയത്തിൽ ഞാനും മനുഷ്യൻ, ഒരു സങ്കടം എന്നെ അസ്വസ്ഥപ്പെടുത്തി. ഉറക്കമില്ലാത്തൊരു രാത്രി, എല്ലാവരും ഉറങ്ങിയപ്പോൾ ലൈറ്റ് ഓഫാക്കി എൻ്റെ സെറ്റിയെ വന്ന് ഞാൻ ഇരിക്കുക. എല്ലാവരും ഉറക്കമാണ്, ലോകം മുഴുവൻ ഉറങ്ങുക. ഞാൻ ലൈറ്റ് ഓഫാക്കാൻ കാര്യമുണ്ട്. ഞങ്ങളുടെ ഹോളിൽ രാത്രി പ്രാർത്ഥിക്കാൻ വരുന്ന സഹോദരന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വന്ന് തുറന്ന് കയറിപ്പോവും. അവരും കാണണ്ട, ഞാനിവിടെ ഇരിക്കുക. 2:45 എന്നെ ഒരാൾ വിളിച്ചു. പാസ്റ്റർ സാമച്ചനാണ്, പൊല്ലുന്നാണ്. എന്നെ അങ്ങനെ റെഗുലർ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഒത്തിരി നാളുടെ വിളിക്കുക. ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ? മോൻ്റെ കല്യാണം വിളിക്കാനാണ് 2:45 വെളുപ്പിനെ. 2:45 വെളുപ്പിനെ. അച്ഛൻ പുറത്ത് അമേരിക്കുന്നതല്ലാണ്. ഓ, കൊല്ലുന്ന. അതെന്തിനാ ഇപ്പം വിളിച്ചേ? എടാ മോനെ, എന്നെ അങ്ങനെ ഞാൻ നിൻ്റെ പേര് ഓർത്തപ്പോൾ ഒന്ന് എഴുതി വെച്ചായിരുന്നു കല്യാണം വിളിക്കാൻ. പക്ഷേ ഇപ്പം ഞാനൊന്ന് ഒരു ദർശനം കണ്ടോണമെന്നാ, അത് എഴുതി വെച്ചുകൊണ്ട് ഞാൻ കല്യാണം വിളിച്ചെന്നേ ഉള്ളൂ. എന്നെ കർത്താവ് ഒരു ദർശനം കാണിച്ചു. അത് നിന്നോട് ഇപ്പം പറയണമെന്ന് പറഞ്ഞു. നീ ഉണർന്നിരിക്കുമെന്നും ആത്മാവ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്ത് വിഷയത്തിൽ അവിടെ ഇരുന്നോ അതിനുള്ള ഉത്തരവാദിത്വം. അപ്പോൾ എനിക്കൊരു കർത്താവിനെ മനസ്സിലായി. ഞാൻ ഉണർന്നിരുന്നത് ലോകത്തൊരു മനുഷ്യറിയില്ല, പക്ഷേ ഞാൻ ഉണർന്നിരുന്നത് കണ്ട ഒരു പിതാവില്ല. ഇതുകൊണ്ടാണ് ക്രിസ്തു നിത്യപിതാവായിരിക്കുന്നത്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ഫെലിക്സ് എന്ന് പറഞ്ഞൊരു കെനിയനുണ്ട്. ആ കെനിയൻ ശുശ്രൂഷകൻ എൻ്റെ ഒരു സുഹൃത്താണ്. ഇന്ത്യയിൽ വന്നാണ് അദ്ദേഹം പഠിച്ചത്. ഇന്ത്യയിൽ വന്ന് പഠിച്ച ആ സുഹൃത്ത് മാസ്റ്റേഴ്സൊക്കെ ഇന്ത്യയിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായി, നല്ലൊരു സൗഹൃദമുണ്ട്. ഒത്തിരി വട്ടം പിന്നെ ശുശ്രൂഷയിൽ ഒന്നും ചെയ്യുന്നുണ്ട്. പുള്ളി ഇന്ന് അതിശക്തനായൊരു ശുശ്രൂഷകനാണ്. 2-3 മണിക്കൂറൊക്കെ ഇങ്ങനെ, അവർ ഈ കെനിയൻസാണ്, അവരിങ്ങനെ പമ്പ് പോലെ നിൽക്കും. നമ്മുടെ കൂടെ പരിഭാഷപ്പെടുത്താൻ നിന്നാൽ നമ്മുടെ കാര്യം ഒരു തീരുമാനമാകും. അവരിങ്ങനെ ഭയങ്കര എനർജറ്റിക്കാണ്, അല്ലേ? കണ്ടിട്ടില്ല? അവരിങ്ങനെ നിൽക്കും. എന്നിട്ടും ഞാൻ പുള്ളിയുടെ കൂടെ പലവട്ടം നിന്നിട്ടുണ്ട്. ഒരു അഭിഷേകമാണ് പുള്ളിയുടെ മേൽ, അത് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ദിവസം ഇങ്ങനെ പ്രസംഗിച്ച്, പുള്ളിയുടെ പ്രസംഗം കേട്ടാൽ പുള്ളിയാന്ന് അറിഞ്ഞപ്പോഴത്തേന് നിറച്ചാൾ വന്നിരിക്കുക വലിയ സന്തോഷത്തോടെ. അതിനിടയ്ക്ക് ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളെന്നെ വലിയൊരു ശുശ്രൂഷകനായിട്ട് ബഹുമാനത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്നും അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളെ അല്ല ഞാൻ. അപ്പൻ ആരെന്നറിയാതാണ് ഞാൻ ജനിച്ചത്. ഏതോ ഇരുട്ടിൽ തെരുവ് വേശിയായ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ആരോ കൊടുത്തൊരു സമ്മാനം.
അതാണ് ഞാൻ. അപ്പനാരെന്നറിഞ്ഞില്ല. എൻ്റെ അമ്മയെ കുറേ നാൾ കൊണ്ടു കിടന്ന ആരോ ഒരാൾ അമ്മയ്ക്ക് കൊടുത്തൊരു സമ്മാനമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അപ്പനാരെന്നറിയാതെ വളർന്ന ഞാൻ അമ്മയുടെയും അനിയത്തിമാരുടെയും സഹായത്തോടെ ജീവിച്ചു. സ്കൂളിൽ പഠിച്ചപ്പം ഫീസ് അടയ്ക്കാഞ്ഞതിൻ്റെ പേരിൽ പലപ്പോഴും പുറത്തു നിന്നു. നിക്കർ കീറിയപ്പം കൂട്ടുകാരെ കളിയാക്കി. പക്ഷേ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞു. അന്ന് താനൊരു കാര്യം തീരുമാനിച്ചു, ഇനി ഒരു കാര്യം ആരോടും ചോദിക്കില്ല, കർത്താവിനോട് മാത്രം ചോദിക്കും. അങ്ങനെ മിടുക്കനായി ഇന്ത്യയിൽ വന്ന് പഠിച്ചു. പിന്നെ വലിയ ശുശ്രൂഷകനായി വിവാഹം കഴിച്ചു. അങ്ങനെ ഇരിക്കെ താൻ ജന്മം കൊടുത്ത അപ്പനെ കണ്ടു. തനിക്ക് ജന്മം കൊടുത്ത അപ്പനെ നേരെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അന്നേരത്തേന് അപ്പൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. അപ്പൻ ഈ മനുക്കൻ്റെ മുമ്പിൽ പേടിച്ച് നിൽക്കുക. അപ്പൻ മോൻ കൈക്കരുത്തുള്ള ഒരു ചെറുപ്പക്കാരനാണ്. മോൻ്റെ ബലിഷ്ഠമായ കരം തൻ്റെ കണ്ടത്തിൽ എപ്പോൾ വെള്ളം പിടി വീഴാം. അയാൾ ഭയന്ന് കുനിഞ്ഞ് നിൽക്കുക. ജന്മം കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്ത മോൻ്റെ മുമ്പിൽ അപ്പൻ നിൽക്കുക. പക്ഷേ ഈ മോൻ അപ്പനെ കെട്ടിപ്പിടിച്ചു. അപ്പനെ കൊണ്ട് അടുത്തുള്ള ഹോട്ടലിൽ പോയി നിറച്ച് ഫുഡ് മേടിച്ചു കൊടുത്തു. അപ്പൻ അന്തം വിട്ട് നിൽക്കുക. ഇവനെന്തായി ചെയ്യുക? അടുത്തുള്ളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുപോയി ഏറ്റവും നല്ല ബ്രാൻഡ് ഷർട്ട്, പാൻറ്റ്, കോട്ട് എല്ലാം നിർബന്ധിച്ച് മേടിപ്പിക്കുക. അപ്പം ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നു? യു ആർ ടോർച്ചറിങ് മീ. എന്താ നീ ചെയ്യുക? അവൻ അപ്പനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പൻ എന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടിരുന്നെങ്കിൽ, എല്ലാ പിള്ളേരെയും പോലെ അപ്പൻ്റെ ബൈക്കിൻ്റെ പുറകെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ, ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നെ കാത്തു നിന്നിരുന്നെങ്കിൽ, എൻ്റെ ഫീസ് കൃത്യമായിട്ട് അടച്ചിരുന്നെങ്കിൽ, എൻ്റെ ഉടുപ്പ് കൃത്യമായി എനിക്ക് സൈസ് അനുസരിച്ച് മേടിച്ച് തന്നിരുന്നെങ്കിൽ, എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നിരുന്നെങ്കിൽ, അപ്പം എനിക്കൊരു കാര്യം മിസ്സായനെ, ഈ അപ്പൻ്റെ സ്നേഹം. അപ്പം മിസ്സാക്കിയതെല്ലാം വാരിക്കോരി തന്ന ഒരപ്പൻ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി ഉള്ളിടത്തോളം കാലം മറക്കാത്തൊരു പാട്ടുണ്ട്, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും, വിധവയുടെ കാന്തനും, സാധുവിൻ്റെ അപ്പവും, എല്ലാവർക്കും എല്ലാമായ എൻ്റെ കർത്താവ്. ഇന്ന് ഞാൻ പറയും, ക്രിസ്തു ഒരറിവല്ല മക്കളെ. ക്രിസ്തുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടായാൽ ഹീ ഈസ് യുവർ ഫാദർ. ഏത് സമയത്തും കണ്ണ് നനഞ്ഞാൽ, മുഖം വാടിയാൽ അറിയുന്ന ഒരപ്പനെ അനുഭവിക്കാൻ കഴിയും. അത് ഞാൻ പറയും, അതെ, ഇന്നെനിക്ക് കർത്താവ് ഒരറിവല്ല, എനിക്കൊരനുഭവമാണ്. അവിടുന്ന് എൻ്റെ പിതാവാണ്. എന്ത് പിതാവ്? എൻ്റെ കാത്തിരിക്കുന്നൊരു പിതാവ്. കാത്തിരിക്കുന്നൊരു പിതാവ്. ഇടറിപ്പോയ ഒരു മകന് വേണ്ടി തടിപ്പിച്ച കാളക്കുട്ടിയെ വളർത്തി നോക്കിയിരുന്നൊരപ്പൻ, തിബരിയാസിൻ്റെ കടൽക്കരയിൽ നോക്കിയിരുന്നൊരപ്പൻ. ഇന്ന് രാത്രി എത്ര പേര് പറയും, ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ? എന്താനന്ദം! കരങ്ങളെല്ലാം ഉയർത്തി ഹൃദയത്തിൽ നിന്നൊന്ന് വിളിക്കാമോ? നിത്യപിതാവിനെ അബ്ബാ എന്ന്, അബ്ബാ എന്ന്, അബ്ബാ എന്ന്, അബ്ബാ എന്ന്. പിതാവില്ലാത്തവർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവി, പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും, വിധവയ്ക്കു കാന്തനും, വിധവയ്ക്കു കാന്തനും, സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നീരെന്നിൽ. അടുത്ത വാക്യത്തിൽ നാം കാണുകയാണെന്ന് അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. കർത്താവ് ചെയ്ത മുഴുവൻ അത്ഭുതങ്ങളുടെ ലിസ്റ്റും നമ്മളെടുത്താൽ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിലുള്ള അത്ഭുതങ്ങളുണ്ട്. എന്നാൽ കൂടുതലും മേജർ ചങ്ക് ഓഫ് മിറക്കിൾസ് എടുത്താൽ ഒന്നും പെർഫോമൻസിന് വേണ്ടി കർത്താവ് ചെയ്തിട്ടില്ല. ഒരത്ഭുതവും കർത്താവ് പെർഫോമൻസിന് വേണ്ടി ചെയ്തിട്ടില്ല. നൊന്ത് കലങ്ങി കർത്താവ് ചെയ്ത അത്ഭുതങ്ങളാണ്. മനുഷ്യൻ്റെ വേദനയിൽ ഇടപെട്ട് ചെയ്ത അത്ഭുതങ്ങൾ, കൂടുതലും രോഗസൗഖ്യങ്ങൾ, മരിച്ചവരെ ഉയർപ്പിച്ചത്, മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടത്. എന്തുകൊണ്ടാണ് ക്രിസ്തു അത്ഭുത മന്ത്രിയാകുന്നത്?
അത്ഭുതങ്ങളിലൂടെ കർത്താവ് ഒരു കാര്യം ചെയ്തു, സമാധാനത്തിൻ്റെ പ്രഭുവായിട്ട് മാറി. സമാധാന പ്രഭുവായ ക്രിസ്തു നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്തിട്ട് ദരിദ്രനായി മാറി. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു, മക്കതോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ അറിയാതിരിക്കരുത്. 8-ാം അധ്യായം 2 കൊരിന്തി 8. അവർ കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അല്ലേ? കാരണമായി തീർന്നു. ആ വാക്യങ്ങൾ മുമ്പും കാണുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവിടുത്തെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് അവിടുന്ന് നമ്മൾ നിമിത്തം ആരായി? ദരിദ്രനായി തീർന്നു. എല്ലാവരും പറഞ്ഞേ, നമ്മൾ നിമിത്തം ആരായി? ദരിദ്രനായി തീർന്നു. ഈ ദരിദ്രനായി തീർന്ന ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അന്നുള്ള ദൈവസങ്കല്പങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഭീകരങ്ങളായ ദൈവസങ്കല്പം. പ്രത്യേകിച്ച് യൂറോപ്പ് എന്നുള്ള പേര് പോലും വന്നിരിക്കുന്നത് യൂറോപ്പ എന്ന ഒരു പെൺകുട്ടിയിൽ നിന്നാണ്. യൂറോപ്പ എന്ന സുന്ദരിയായൊരു പെൺകുട്ടി പോയപ്പോൾ മേളിൽ കൂടെ പോയ ദൈവം, സുയൂസ് ദേവൻ, അത് കണ്ടിട്ട് അവളിൽ ആകർഷയായി ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ കുട്ടിയോടുള്ള സ്നേഹ സൂചകമായിട്ടാണ് എന്തെന്ന് പേരിട്ടിരിക്കുക? യൂറോപ്പ് എന്ന പേരിട്ട്. ChatGPT ചോദിച്ചു, പറഞ്ഞു തരും. യൂറോപ്പ എന്നുള്ളൊരു പെൺകുട്ടിയുടെ പേരില്ല. അപ്പം ദൈവങ്ങൾ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ അന്നത്തെ പാശ്ചാത്യ ലോകത്തിനൊക്കെ ഒരു അസ്പൃശ്യമായിരുന്നൊരു കാലത്താണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സമാധാനം കൊടുക്കുന്ന ഒരു ദൈവത്തെ കണ്ടു. അതാണ് ക്രിസ്തു. ഞങ്ങളുടെ സഭയുടെ ന്യൂ ഇന്ത്യ ദൈവസഭയിലെ ഒരു ലോക്കൽ ചർച്ചിൽ സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ നടന്ന കാര്യം. പരീക്ഷ നടക്കുമ്പം വലിയ പിള്ളേർക്ക് എന്തായിരിക്കും? ചോദ്യം. കൊച്ചു ക്ലാസ്സിൽ അല്ല, എഴുത്താണ്. കൊച്ചു ക്ലാസ്സിൽ ചോദ്യം. നിങ്ങൾക്കും അങ്ങനെയല്ലേ? കൊച്ചു ക്ലാസ്സിൽ ഓരോരുത്തരെയും വിളിച്ച് എന്ത് ചെയ്യും? ചോദിക്കും. അങ്ങനെ ഞങ്ങളുടെ ഒരു കൊച്ചു മുത്തിനെ മിടുക്കന, അവനെ വിളിച്ചിട്ട് ടീച്ചർ ചോദിച്ചു, യേശു കർത്താവ് ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്തോ ചെയ്തെന്ന് ചോദിച്ചു. ഇവന് കുറേ നേരം ടീച്ചറെ എന്താ ഒന്നുകൂടെ പറഞ്ഞ്, ലാസറിൻ്റെ വീട്ടിൽ എന്തോ ചെയ്തു എന്ന്. ലാസറിൻ്റെ വീട്ടിൽ യേശു എന്തോ ചെയ്തു? ലാസറിൻ്റെ വീട്ടിൽ യേശു എന്തോ ചെയ്തു? ഇങ്ങനെ 2 വട്ടം ചോദിച്ചിട്ട് അവൻ ടീച്ചറോട് പറഞ്ഞു, എന്തോ ചെയ്തെന്നാ, കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. എന്തോ ചെയ്തതോ? കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. ടീച്ചർ മാർക്ക് കൊടുക്കണോ വേണ്ടായോ? ടീച്ചർ മാർക്ക് കൊടുക്കണോ വേണ്ടായോ? കൊടുക്കണോ വേണ്ടായോ? നിങ്ങൾ പറ. വേണം. കാരണം കർത്താവ് എന്തോ ചെയ്തു? ഇടപെട്ടു. കർത്താവിൻ്റെ പ്രത്യേകത, മനുഷ്യൻ്റെ പ്രശ്നത്തിൽ എന്ത് ചെയ്യും? ഇടപെടുന്ന ദൈവ. ക്രിസ്തു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഇടപെട്ട് അത്ഭുതം ചെയ്ത് അവർക്ക് സമാധാനം കൊടുത്തു. ഇന്നും കർത്താവിൻ്റെ മുമ്പിൽ എന്തിനായി മനുഷ്യരൊക്കെ ജാതി മതഭേദമന്യേ പലരും യേശുവിനെ തേടി പോകുന്നതും സങ്കടം കർത്താവിൻ്റെ അടുക്ക പറയുന്നതും എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യം കൊണ്ടാണ്. സങ്കടം കേട്ടിട്ട് ഇടപെടുന്ന ഒരു കർത്താവിനെ അറിയാമോ? ക്രിസ്തുവിൻ്റെ പ്രത്യേകത, ക്രിസ്തു അത്ഭുതം ചെയ്തതൊന്നും പെർഫോമൻസിനല്ല. ഒരു വലിയ അത്ഭുത പരിവേഷം സൃഷ്ടിക്കാൻ, എല്ലാവരുടെയും അട്രാക്ഷൻ തൻ്റെ കാക്കാൻ, അങ്ങനെ ഒരു സ്വകാര്യ സാമ്രാജ്യം സ്ഥാപിച്ച് അതിൻ്റെ അധിപനാകാനൊന്നും അല്ല കർത്താവ് ചെപ്പടി വിദ്യകൾ ചെയ്തത്. അത്ഭുതമന്ത്രി ആയത് അല്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു, അവന് സമാധാനം കൊടുത്തു. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി ക്രിസ്തു ദരിദ്രനായി തീർന്ന ക്രിസ്തു, അവന് മനുഷ്യൻ്റെ എല്ലാ വിഷമങ്ങളും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 5-ാമത് അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പർവ്വത പ്രസംഗം തുടങ്ങും പറഞ്ഞു, പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവനിരുന്ന ശേഷം ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നു. അവിടുന്ന് തിരുവായും ഒഴിഞ്ഞ് അവരോട് അരുളി ചെയ്ത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് 8 ഭാഗ്യാവസ്ഥകളാണ് അവിടെ കാണുക. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാമത് അധ്യായത്തിൽ അതിൻ്റെ 20-ാമത്തെ വാക്യം, അതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങളിൽ കാണുന്നത് ക്രിസ്തു സമഭൂമിയിൽ നിന്നുകൊണ്ട് അവരോട് സംസാരിച്ചു. അവിടെ ചതുർഭാഗ്യങ്ങളും ചതുർകഷ്ടങ്ങളുമാണ്. 4 ഭാഗ്യങ്ങൾ 4 കഷ്ടങ്ങൾ. അവിടെ തുടങ്ങുന്ന ഇങ്ങനെയാണ്, ദരിദ്രരായ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുണ്ട്. എല്ലാവരും പറഞ്ഞേ, ദരിദ്രരായ നിങ്ങൾ ആരാണ്? എന്തുകൊണ്ടാണ് ക്രിസ്തു അത്ഭുത മന്ത്രിയായത്, സമാധാന പ്രഭുവായത്? ക്രിസ്തു മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ എന്തു ചെയ്യും? ഇടപെടും. ഈ പ്രാവശ്യം ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്ന എല്ലാ ജനപ്രതിനിധികളോടും ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇടപെടണം. ആരുടെ കാര്യത്തിൽ? മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത ഒരാളും എന്തല്ല, ജനപ്രതിനിധിയാകാൻ യോഗ്യരല്ല. ഇടപെടണ്ടേ? കുറഞ്ഞ പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? പെന്തക്കോസ്ത് സഭകളുടെയും പ്രത്യേകത അതായിരുന്നു. അവർ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഇടപെടുവാനും. നമുക്ക് ഇടപെടാൻ, നമുക്ക് പണം കൊടുത്തൊന്നും സഹായിക്കാൻ ഒക്കത്തില്ലെങ്കിലും പ്രശ്നമുള്ള വീട്ടിൽ പോയി കുത്തിയിരുന്ന് എന്ത് ചെയ്യായിരുന്നു? പ്രാർത്ഥിക്കാൻ. അങ്ങനെയാണ് സഭ വളർന്നത്. ഇന്നും സഭ വളരേണ്ടത് അങ്ങനെയാണ്.
മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടും. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ സമാധാനം കളയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കർത്താവിനെക്കുറിച്ച് പറയുക, അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, സമാധാന പ്രഭുവാണ്, നിത്യ പിതാവാണ്. ആ ക്രിസ്തു പറഞ്ഞു, ദരിദ്രരായ നിങ്ങൾ ആരാണ് ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ആരായി മാറി? ദരിദ്രരായി മാറി. ദരിദ്രരായി തീർന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ദരിദ്രനായി തീർന്ന ക്രിസ്തു മനുഷ്യൻ്റെ പ്രശ്നത്തെ ഇടപെട്ടു. എല്ലാ മനുഷ്യൻ്റെയും പ്രശ്നങ്ങളിൽ ഒരു പരിധി വരെ നമുക്ക് നോക്കുമ്പോൾ മക്കൾ ഒരു സമാധാനക്കേടാണ്. മക്കൾക്ക് പ്രശ്നം ഉണ്ടായാൽ എത്ര മിടുക്കരും തളർന്നു പോകും. സത്യമാണോ? സത്യമാണോ? സത്യം. മക്കൾക്ക് പ്രശ്നം ഉണ്ടായ ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങാത്തവരെ എനിക്കറിയാം. അടച്ചുപൂട്ടി പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതിരിക്കുന്ന മാതാപിതാക്കളെ എനിക്കറിയാം. ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ്, ഞാൻ കണ്ണിൽ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി. 12 വയസ്സേ ഉള്ളായിരുന്നു കൊച്ചിന്. അപ്പൻ്റെ പേരറിയാവോ? യായിറോസ്. അവിടെ എൻ്റെ ഒരു ചിന്ത, ശരിയാകാം തെറ്റാകാം, പൊതുവേ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. യായിറോസിൻ്റെ മോളാണ്. എല്ലാ വീട്ടിലും പെൺമക്കളോട് കൂടുതൽ ഇഷ്ടം ആർക്കാ? ഒരു പരിധി വരെ അപ്പനാണ്. അപ്പം നമ്മൾ അപ്പൻ്റെ മോളാ. അപ്പൻ്റെ മോളും അമ്മയുടെ മോനും, ശരിയാണേ? അപ്പൻ്റെ മോളും. ഈ അപ്പൻ്റെ മോള് ചത്തുപോയി, അപ്പൻ്റെ മോള് മരിച്ചുപോയി. 12 വയസ്സെന്ന് പറയുന്നുണ്ട്. അതിനൊരു കാരണം കാണാം. ഈ 12 കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. 12 വയസ്സ് വരെ ഈ പിള്ളേർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവർ നമ്മുടെ കൂടെ, നമ്മുടെ സാരിത്തുമ്പിലൊക്കെ പിടിച്ച് നമ്മുടെ കൂടെ കറങ്ങി നടക്കും, നമ്മുടെ കൂടെ യോഗത്തിന് വരും. ഈ 12 കഴിയുമ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ടീനേജ് തുടങ്ങും. 13, 14, 15, 16, 17, 18, 19. അതിനെ ഒന്ന് പറഞ്ഞ് 13, 14, 15, 16, 17, 18, 19. ഈ സമയത്ത് രക്ഷപ്പെട്ടാൽ പിന്നെ പേടിക്കണ്ട. ഇതിനു മുമ്പാണ് ഡ്യൂക്കെ കയറി ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. പിന്നെ അവൻ മര്യാദയ്ക്ക് ഓടിക്കത്തുള്ളൂ. ആ ഒരു പ്രായം ഭയങ്കര ഒരു പ്രായമാണ്, ഒരു വല്ലാത്ത പ്രായമാണ്. അന്നേരമാണ് പ്രേമിക്കാൻ തോന്നുന്നത്. അന്നേരമാണ് ഈ എന്താണ് പറയുക, അവർ ഇടറുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രായമാണ്. മിക്ക വീട്ടിലുള്ള പ്രശ്നമാണ് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയും. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താ? അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കൊച്ചു പറഞ്ഞു, ഞാനിത് ഇട്ടുകൊണ്ട്, കൊച്ചൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് രാവിലെ യോഗത്തിന് പോവാം. അമ്മ എന്താ പറയും? ഇങ്ങോട്ട് വന്നേ നോക്കി. ഈ അപ്പനൊരു വലിയ മിടുക്കനാണ്. ഈ അപ്പനൊന്നും പറയത്തില്ല, അയാളെല്ലാം ആരെയും കൊണ്ട് പറയിപ്പിക്കാം, അമ്മയും കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് പുള്ളി മാന്യം കളിച്ചിരിക്കും. അപ്പോൾ ഈ പിള്ളേർക്ക് ഇഷ്ടം ആരോടാ? അമ്മയോടാ. അമ്മയാണ് രാവിലെ മെഷീൻ കണ്ണാത്തോട്ട് കുറച്ച് ഉണ്ട എടുത്തിടും. രാവിലെ തുടങ്ങും. എഴുന്നേക്കടി, കിടക്കുന്ന കിടപ്പ് കണ്ടിലടി, കഴിക്കടി, പഠിക്കടി, കുടിക്കടി, കെട്ടടി, മിടുക്കടി, എഴുന്നേക്കടി. അത് ഈ 12 മണി വരെ എന്ത് പൊട്ടിക്കൊണ്ടിരിക്കും? പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞ് ഇതിട്ടുകൊണ്ട് ഇവിടുന്ന് ആരും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അപ്പം കൊച്ചെന്താ പറയും? പിന്നെ ഞാൻ പോയാൽ ഞാൻ പോവും. അപ്പം അമ്മ പറഞ്ഞ് എൻ്റെ ഇവിടുന്ന് ആരും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പിന്നെ അപ്പം ദാറ്റ് ഈസ് ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ. അപ്പോൾ കൊച്ചു പറയാണ്, ഇപ്പോൾ ഒരു ട്രെൻഡാണ് കൂട്ടുകാരുടെ വീട്ടിൽ പോയി എന്ത് ചെയ്യുക, കിടക്കുക. എന്താ സ്ലീപ്പ് ഓവർ. പെട്ടാടെ കൂട്ടുകാർക്ക് കിടക്കാൻ പോയപ്പോൾ അറിഞ്ഞ് ഇവിടുന്ന് രാത്രി ആരും എങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പിന്നെ ഒരു പിന്നെ ഇല്ല. അപ്പം ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. അതാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. പിന്നെ ആൻഡ് ഇല്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ജനറേഷൻ ഗ്യാപ്പ്. ഈ ജനറേഷൻ ഗ്യാപ്പ് കൂടുമ്പോഴാണ് ഈ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. കഞ്ചാവ് എടുക്കുന്നതും MDMA എടുക്കുന്നതും ഒക്കെ ഈ പ്രായത്തിലാണ്. ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇത് കൊടുക്കുന്നത്. എടുത്താൽ ഒരു പക്ഷേ പിന്നെ മരണമായിരിക്കാം. ചിലപ്പോൾ ഈ ഭയം കയറുന്നതും ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നതും ഡിപ്രഷനിലേക്ക് പോകുന്നതും ഒക്കെ ഈ 16-17 വയസ്സിലാണ്. വല്ലാത്തൊരു പ്രായമായി 17 വയസ്സൊക്കെ എന്നൊക്കെ പറയും, 12 ശേഷം. അങ്ങനെ ഒരു പ്രായത്തിൽ ഈ കുഞ്ഞ് മരിച്ചുപോയി. അപ്പൻ്റെ കൊച്ചും മരിച്ചാൽ ഈ അപ്പം പിന്നെ എന്തോ ചെയ്യും? നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. 12 വയസ്സ് വരെ പൊന്നെ പൊടിയെന്ന് വളർത്തിക്കൊണ്ട് വന്ന കൊച്ചിനെ അടക്കിയിട്ട് ഈ അപ്പം തിരിച്ചെങ്ങനെ വരും? ആ അമ്മ തിരിച്ചെങ്ങനെ വരും? അടിയന്തരാവസ്ഥ കാലത്ത് കൊല്ലപ്പെട്ട ഒരു മകനാ രാജൻ, അറിയില്ല എവിടെയാണ്. കുഞ്ഞുങ്ങൾ മരിച്ചാൽ ശവമെങ്കിലും കിട്ടണ്ടേ? അതുകൊണ്ട് പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്, ആ അമ്മ അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെ കാണുമ്പം അപ്പനെ പിടിച്ചിങ്ങനെ കുലുക്കും. അവൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും, രായൻ്റെ പ്രായത്തിൽ എല്ലാവരും കെട്ടി ഇവിടെ ഒരു അപ്പൻ ഇരിക്കുക, ഒരു ചിന്തയില്ല. അമ്മയുടെ ചിന്ത അവൻ്റെ കല്യാണം ആലോചിക്കുകയാണ്.
ചിത്തഭ്രമം വന്നു പോയ മനസ്സിൻ്റെ താളം തെറ്റിയ അമ്മ, അതല്ലേ സ്വാഭാവികം. പക്ഷേ അപ്പൻ്റെ മോള് പോയാൽ പിന്നെ അപ്പൻ എങ്ങനെ തിരിച്ചു വരും? ഇടപെട്ടു കർത്താവ് ആ മോളെ ഉയർപ്പിച്ചു. ഇന്നും ഞാൻ കാണുന്നു ഇടറിപ്പോയ 100 കണക്കിന് മക്കളെ ഉയർത്തുന്ന എൻ്റെ കർത്താവ്. ഏത് വീട്ടിലെയും പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരാളെ എനിക്കറിയാം. ആ കർത്താവിനെക്കുറിച്ച് 1000 നാമോടെ ഞാൻ ഉറക്കെ പറയും, ക്രിസ്തു ക്രിസ്തു ക്രിസ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ അപ്പൻ്റെ മോളെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു കൊടുത്തു. ഇടപെട്ടില്ലേ? ഇടപെട്ടോ? ഇടപെട്ടു. ഇനിയും ഒരമ്മ വരികയാണ്. ആ അമ്മയുടെ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ക്വാളിഫിക്കേഷൻ വിധവയാണ്. നായിം പട്ടണത്തിലെ വിധവയാണ്. പൊതുവെ സ്ത്രീകളുടെ ലോകം ചെറുതാണെന്ന് ഞാൻ പറഞ്ഞാൽ വഴക്കുണ്ടാക്കല്ലേ. സ്ത്രീയുടെ ലോകം എന്താണ്? ചെറുതാണ്. സത്യല്ലേ? ചെറുതാണ്. പറയാം, ചെറുതാണ്. മോളുടെ പേരെന്നാണ്? എലിസബ. ഓക്കെ. മോൾ ഏത് പഞ്ചായത്തിലാണ്? ഓക്കെ. ആ പഞ്ചായത്തിൽ എത്ര വാർഡുണ്ട്? അറിയത്തില്ല. ആ വാർഡ് ഇപ്പം ജയിച്ചേക്കുന്ന ആരാ? പോട്ടെ, അറിയണ്ട. സ്ത്രീക്ക് ഇതൊന്നും അറിയത്തില്ല. പക്ഷേ ആർക്കറിയാം? പുരുഷനറിയാം. ഞാൻ ഈ വാർഡ് മെമ്പർമാരെയും ജനപ്രതിനിധികളെ ഒന്നും കളിയാക്കുക അല്ലേ, ക്ഷമിക്കണേ. പക്ഷെ പല ജനപ്രതിനിധികൾക്കും പലതും നടത്തുന്ന ആരാ? ഭർത്താക്കന്മാർ. ഞാൻ കുറ്റം പറയല്ല, അത് സത്യമാണ്. സ്ത്രീയുടെ ലോകം എന്താ? ചെറുതാ. അവിടെ ഭർത്താവ്, അവിടെ പിള്ളേർ. അതായിരിക്കണം സ്ത്രീക്ക് അവിടെ ലോകം വലുതാണ്. അതിനകത്തുനിന്ന് അവിടെ ഭർത്താവ് പോയി, പിന്നെ അവിടെ ആകാശം ചുരുങ്ങി. ആര് മാത്രം? ഒരു മോൻ. പൊതുവെ വിധവ എന്ന് പറയുന്ന ഒരു സങ്കട. കാരണം വിധവമാരെ ചുട്ടുകളയുന്ന ഒരു രീതി ഇന്ത്യക്കുണ്ടായിരുന്നു. പേരെന്താ? സതി അല്ലേ? സത്യത്തിൽ സതി ഒരു പുണ്യമായിരുന്നാ പറയുക. കാരണം വിധവയോട് കാണിക്കുന്ന ഒരു പുണ്യകർമ്മമായിരുന്നു. വിധവയോട് പറയുകയാണ്, നിനക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു നാടല്ല ഈ നാട്. അതിലും ഭേദം നീ എന്ത് ചെയ്യുക? ചാകുക. അവളെ കൊന്നു. കാരണം അവൾക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്നറിയാം. പിന്നെ വിധവയ്ക്ക് ആകെ ആശ്രയം ആ മോനാ. അവനോട് അടക്കിയിട്ട് ഈ അമ്മ തിരിച്ചെങ്ങനെ വീട്ടിൽ വരും? ഒരു മുറി ചെന്നപ്പോൾ അവൻ്റെ ഒരു ഫോട്ടോ ഇരിക്കുന്നു. മറ്റിടത്തോട്ട് ചെന്നപ്പോൾ അവൻ ഉപയോഗിച്ച ബൈക്കിരിക്കുന്നു. ഇപ്പുറത്ത് വന്നപ്പോൾ അവൻ പന്ത് കളിക്കുന്ന ഫോട്ടോ ഇരിക്കുന്നു. അവൻ എങ്ങനെ ഉറങ്ങും? അവർക്ക് ആരാ ഉള്ളത്? അവളുടെ സങ്കടം കണ്ട് ദൂരെ വന്ന് ഇടപെട്ട ഒരു കർത്താവുണ്ട്. ആ അമ്മയുടെ മകനെ ജീവിപ്പിച്ചു കൊടുത്തു. ഇനി ആ 2 പെങ്ങന്മാരുണ്ട്. ഒരുപക്ഷെ അപ്പൻ്റെ അമ്മയുടെ പേരൊന്നും ഇല്ല. 3 പേരടങ്ങുന്ന കുടുംബം മുമ്പോട്ട് പോവുകയാണ്. 2 പെങ്ങന്മാരും ഒരാങ്ങളെയും. അങ്ങനെ അപ്പനും അമ്മയും പോയിട്ട് ജീവിക്കുന്ന പെങ്ങന്മാരെയും ആങ്ങളെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നിച്ചിങ്ങനെ പോവുക. ഇവിടെ ആങ്ങളെ മരിച്ചു പോയാൽ പിന്നെ പെങ്ങന്മാർക്ക് എന്താ അടയറവ്? അവരുടെ കാര്യം നോക്കാൻ ആരാ ഉള്ളത്? യേശു വന്നു, നൊന്തു, കരഞ്ഞു. സിമ്പിൾ വേർഡ്, മൈ ജീസസ് ഹി വെപ്റ്റ്. എന്നിട്ട് ഒറ്റ കാര്യം പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ആ പെങ്ങന്മാരുടെ സങ്കടത്തിൽ ഇടപെട്ടു. അങ്ങനാണെങ്കിൽ 1000 നാമോടെ ഈ രാത്രി എളിയോൻ പറയും, എല്ലാവരുടെയും പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരാളുടെ പേര് യേശു. യേശു 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 യേശു. ആ അമ്മയുടെ കുഞ്ഞിനെ ജീവിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി നിൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ മകനെ ജീവിപ്പിച്ചെങ്കിൽ അമ്മയുടെ മോൻ്റെ വിഷയത്തിൽ ഇടപെടുന്ന ഒരു പക്ഷേ കൂട്ടുകെട്ടായിരിക്കാം, ഒരു പക്ഷേ ഒരു പ്രണയക്കുരുക്കായിരിക്കാം, ഒരു പക്ഷേ ഒരു വലിയ ഏതെങ്കിലും ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ കൂട്ടായ്മയിലോ കൂട്ടിലോ പെട്ടുപോയിരിക്കാം. പക്ഷേ അമ്മയുടെ മകനെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. പേര് നസറത്തിലെ യേശു. നസറത്തിലെ യേശു. ആ പെങ്ങന്മാരുടെ ആങ്ങളെ ജീവിപ്പിക്കാൻ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വമിച്ചെങ്കിലും വന്നിട്ട് കല്ലറയ്ക്ക് നിന്ന് കരഞ്ഞ ഒരു കർത്താവുണ്ട്. പെങ്ങന്മാരുടെ സങ്കടം കണ്ടിട്ട് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ യേശു ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന യേശു. 1000 നാവോടെ ഉயிருള്ള നാളത്തോടും ആർജവത്തോടെ ഞാൻ പറയും, എൻ്റെ യേശു പ്രശ്നങ്ങളിൽ ഇടപെടും. ആരുടെ പ്രശ്നത്തിൽ? മനുഷ്യൻ്റെ പ്രശ്നത്തിൽ ഇടപെടും, തലമുറകളുടെ പ്രശ്നത്തിൽ ഇടപെടും. ഈ രാത്രി യേശു വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. ഇടപെടുന്ന ഒരു യേശു. ലൈവിലൂടെ കാണുന്നവരെ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രശ്നത്തിൽ ഈ രാത്രി യേശു ഇടപെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തിൽ യേശു ഇടപെടും. നിൻ്റെ മകൻ്റെ പ്രശ്നത്തിൽ ഇടപെടും, മകളുടെ പ്രശ്നത്തിൽ ഇടപെടും. പെങ്ങന്മാരെ, നിങ്ങളുടെ സഹോദരൻ്റെ പ്രശ്നത്തിൽ ഇടപെടും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടും. പേര് യേശു. പേര് യേശു.